ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗാഡ്. ദൈവം വല്ലവനാണ്. എല്ലാവരും പറഞ്ഞു, എൻ്റെ കർത്താവ് വല്ലവനാണ്. എന്റെ കർത്താവിനെ പോലെ ആരുമില്ല. എന്റെ യേശുവിനെ പോലെ ആരുമില്ല. എന്റെ യേശുവിനൊപ്പം ആരുമില്ല. യേശുവിന്റെ ജീവനാണ്. യേശുവിന്റെ സ്വത്താണ്. യേശുവാണ് എന്റെ സമ്പത്ത്. യേശുവാണ് എന്റെ എല്ലാം എല്ലാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കുന്നു. മനോഹരമായ ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി നന്ദി പറയുന്നു. അതോടൊപ്പം ആ നർച്ചത്തിന് പ്രിയ ജോയിക്കുട്ടികളെ കാണാനിടയായി തീർന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് വലുത് ചെയ്യും. ഇത്രയ്ക്ക് സന്തോഷമുണ്ട്. ആമേൻ. ഞാൻ ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനായി പോവുകയാണ്. ആമേൻ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. എല്ലാവരും ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മൾ ഇന്ന് ചില കാര്യങ്ങൾ പഠിക്കുവാനായി പോവുകയാണ്. കഴിഞ്ഞ ദിവസം 9 പേര് സ്നാനപ്പെടാൻ ഇടയായി തീർന്നു. അവരിന്ന് വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവിൻ്റെ മേശ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ദയവായി മുന്നോട്ട് വന്ന് ലൈനായിട്ട് നിൽക്കണം എന്ന് ഓർപ്പ്. സ്നാനപ്പെട്ടവർ, കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ടവർ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു വല്ലവനാണ്. എല്ലാവരും പറഞ്ഞ്, എൻ്റെ കർത്താവ് വല്ലവനാണ്. എൻ്റെ കർത്താവിനെ പോലെ ആരുമല്ല. ആമേൻ. ഈ പദങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് വരുന്നത്. എപ്പോഴും നിങ്ങൾ പറയാം, എൻ്റെ കർത്താവിനെ പോലെ ആരുമില്ല. എൻ്റെ കർത്താവ് വല്ലവനാണ്. എൻ്റെ കർത്താവ് സമ്പന്നനാണ്. എൻ്റെ കർത്താവിനെ നടത്തും. എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. എൻ്റെ കർത്താവിൻ്റെ പരിപാലകനാണ്. എൻ്റെ കർത്താവിൻ്റെ സങ്കേതമാണ്. എൻ്റെ ദൈവൻ്റെ കോട്ടയാണ്. എൻ്റെ ദൈവനെ കൈവിടത്തില്ല. എൻ്റെ ദൈവനെ ഉപേക്ഷിക്കത്തില്ല. ഇങ്ങനെയുള്ള പദങ്ങൾ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോഴും. പ്രൈസ് ഗാഡ്. അതെപ്പോഴും ഒരു അനുഗ്രഹം തന്നെയാണ്. ആമേൻ. വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മളെപ്പോഴും ചെറിയ ബോർഡ് ഇവിടെ എടുത്ത് ഫിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇത് ബോർഡ്. ഓക്കെ, രണ്ടുപേരും ആ ബോർഡ് ഒന്ന് റെഡിയാക്കി വെച്ചു. നമ്മളിന്ന് ചില കാര്യങ്ങൾ പഠിക്കാൻ എത്രയ്ക്ക് സന്തോഷമുണ്ട്. ഞായറാഴ്ചകളിലാണല്ലോ നിങ്ങളെ കൂടുതലും കിട്ടുന്നത്. സോ നിങ്ങളെ ഞാൻ വചനം പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഒരിക്കൽ കൂടെ എപ്പോഴും ഞാൻ സ്ഥിരമായി നിരന്തരമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വിടുതലുകൾ, അനുഗ്രഹങ്ങൾ, ഇതെല്ലാം വചന വെളിപ്പാടിലൂടെ കിട്ടിയതാണ്. വളരെ ശാന്തമായാണ് ഞാൻ സംസാരിക്കുന്നത്. ഒത്തിരി സമയം ഞാൻ എടുക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ ഇന്ന് നിങ്ങളെ ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ വേണ്ട ഒരു കാര്യം പഠിപ്പിക്കാൻ പോവാം. എത്രക്കത് മനസ്സിലാവുന്നുണ്ട്? പ്രൈസ് ഗോഡ്. യോശുവയുടെ പുസ്തകം 1:8 ഒന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം അറിയാവുന്ന വാക്യങ്ങൾ ഒത്തിരി പ്രാവശ്യം വായിപ്പിച്ചിട്ടുള്ളത്. എങ്കിലും ഒന്നുകൂടെ എടുത്ത് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം എല്ലാവരും എടുത്തോ. ബുക്ക് ഓഫ് ജോഷുവ chapter 1 verse 8. ജോഷുവ chapter 1 verse 8. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും നീ പ്രമാണിച്ചു നടക്കണം. അതുകൊണ്ട് രാവും പകലും അതിനെ എന്ത് ചെയ്തോണം? ധ്യാനിച്ചു കൊള്ളണം. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്,
അത് നിന്റെ നാവിൽ നിന്ന് മാറിപ്പോകരുത്. എവിടെ നിന്ന് നാം മാറിപ്പോകരുത്? നാവിൽ നിന്ന് മാറിപ്പോകരുത്. പ്രൈസ് ഗാഡ്. നാവിൽ നിന്ന് മാറിപ്പോകരുത്. അപ്പൊ അത് നാവിലിരിക്കണം. ആമേൻ. ബൈബിളിൽ ഒരു വാക്യം നമ്മൾ വായിച്ചിട്ടില്ലേ? ഹൃദയത്തിൽ സംഹരിച്ചു വെക്കുന്നതാണ് നാവ് സംസാരിക്കത്തുള്ളൂ. അപ്പം നാവിലത് വരണമെങ്കിൽ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കണം. എവിടെ വെക്കണം? ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കണം. ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ടായാൽ അത് നാവിൽ വെളിപ്പെട്ട് വരും. പ്രൈസ് ഗോഡ്. അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ എന്ത് ചെയ്യണം? രാവും പകലും അതിനെ ധ്യാനിക്കണം. ആമേൻ. രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. കണ്ടോ? ഈ ധ്യാനിക്കുക എന്ന് പറയുന്നത് മെഡിറ്റേറ്റ് എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയും. ഇപ്പം നമ്മളിപ്പം മുട്ടായി കഴിച്ചിട്ടുള്ളവരെല്ലാവരും മുട്ടായി കഴിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവരും മുട്ടായി കഴിച്ചിട്ടുണ്ട്. ആമേൻ. ചില സമയത്തൊക്കെ ചില സമയത്ത് പെട്ടെന്ന് ഓരോ കാര്യം കഴിക്കുമ്പോൾ എൻ്റെ വൈഫിനോട് പറയാം, പതുക്കെ ചെയ്ത് നല്ലപോലെ ചവച്ച് അതിൻ്റെ സ്വാദൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറയും. ഒരു മുട്ട എടുത്തിട്ട് പെട്ടെന്ന് കടിച്ചു പൊട്ടിച്ച് കഴിച്ചാൽ അതിൻ്റെ ആ ടേസ്റ്റ്, അതിൻ്റെ സ്വീറ്റ്നെസ് നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. പക്ഷെ അത് വായിക്കായിട്ട് ഇങ്ങനെ അലിയിച്ച് നമ്മളത് ഭക്ഷിക്കുമ്പോഴാണ് അതിൻ്റെ സ്വീറ്റ്നെസ്, അതിൻ്റെ മധുരം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ശരിക്കും പ്രൈസ് ഗോഡ്. എത്രയൊക്കെ അത് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ഗോഡ്. ശരിക്കും ഇതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നീ ആ വചനത്തെ എടുത്തുകൊണ്ട് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ആ വചനത്തെ ദൈവത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണം. വചനം എടുത്തു വെച്ച് എന്നിട്ട് അതുമായിട്ടിരിക്കണം. ഒരു പ്രാവശ്യം വായിക്കണം, 2 പ്രാവശ്യം വായിക്കണം, 3 പ്രാവശ്യം. ഓരോ പ്രാവശ്യം നീ വായിക്കുമ്പോൾ അതിലൂടെ ദൈവം നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ദൈവം നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. അത് ധ്യാനിക്കണം. ആമേൻ. ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, ധ്യാനത്തിങ്കൽ തീ കത്തി. ഞാൻ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തീ കത്തി എന്ന് പറയുന്ന അതാണ്. പ്രൈസ് ഗോഡ്. നീ ധ്യാനിക്കുന്ന കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിന്നെ കീറിപ്പിടിക്കും. ഹല്ലേലൂയ. അത് നിന്നെ സ്വോളോ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ ചില നാളുകൾക്ക് മുമ്പ് വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ ഇരിക്കുന്ന സമയം, എങ്ങനെ ആ വിഷയത്തെ ജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ അതിനെ ഓവർകം ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ അതിനെ മറികടക്കും, ജയിക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 20:6 ദൈവം എനിക്ക് തന്നു. ആ വിഷയത്തിൻ്റെ നടുവിൽ ഞാൻ ഭയങ്കര ഭാരം എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ്. അതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ ആ കാര്യങ്ങൾ കൊടുത്തു തീർക്കുമെന്ന് എനിക്കറിയത്തില്ല. വലിയൊരു ഭാരമായിട്ട് മുന്നിൽ നിൽക്കുക. ഒരു ഭാരത്തോടെ എൻ്റെ ഭാര്യ എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ടില്ല, അച്ചാ നമ്മൾ ഇത്രത്തോളം നടത്തിയ ദൈവം നമ്മളെ ഇനി നടത്തും, പേടിക്കണ്ട, ഭാരപ്പെടണ്ട, കർത്താവ് കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ എൻ്റെ ഭാര്യ ഒരു ഭാഗത്ത് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ വിഷയങ്ങൾ അറിഞ്ഞ് എൻ്റെ കൂട്ടത്തിലുള്ള ചില ശുശ്രൂഷകർ അപ്പുറത്ത് എൻ്റെ ആത്മീയ മക്കൾ എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് എഫക്റ്റ് ആകുന്നില്ല. കാരണം എൻ്റെ വിഷയം അത്ര വലുതാണ്. ഇവരുടെ ആശ്വാസ വാക്കുകളെക്കാൾ വലുതാണ് എൻ്റെ മുന്നിലുള്ള വിഷയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മുൻപിലുള്ള മലയാളം ബൈബിളിൻ്റെ പേജ്
ഫാൻ്റെ കാറ്റടിച്ച് തിരിഞ്ഞ് ഒരു വചനം എൻ്റെ മുന്നിൽ വന്നു. അത് സങ്കീർത്തനം 20:20 ഒന്ന് വായിച്ചേ. 20:6. യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇതാണ് ആ വാക്യം. യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരം അരുളും. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്. ഈ വാക്യം ശ്രദ്ധിച്ചേ നിങ്ങൾ. യഹോവ തന്റെ അഭിഷക്തൻ, യഹോവ തന്റെ മക്കളെ, യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇത് വായിച്ചപ്പോൾ എൻ്റെ അകം കത്താൻ തുടങ്ങി. ഞാൻ വീണ്ടും വായിച്ചു ഒന്നുകൂടെ. അപ്പൊ ദൈവം പറയാം, മോനെ, നീ എൻ്റെ അഭിഷക്തനാണ്, ഞാൻ നിന്നെ ഈ വിഷയത്തിൽ രക്ഷപ്പെടുത്തും, രക്ഷിക്കും. പിന്നെ അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്. കാരണം മാനുഷികമായി ചിന്തിച്ചാൽ ആ വിഷയത്തിൽ എന്നെ രക്ഷിപ്പാൻ, അതിനകത്തുനിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ, എനിക്കൊരു വിടുതൽ തരാൻ, എന്നെ സഹായിപ്പാൻ മാനുഷികമായി ആരെ കൊണ്ട് സാധിക്കും? എൻ്റെ ചുറ്റുപാടും ഉള്ളവർക്ക് വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവരെന്നെ പ്രാർത്ഥിച്ചു ബലപ്പെടുത്താനേ പറ്റത്തുള്ളൂ. എന്നാൽ ഫിസിക്കലായി എനിക്ക് വേണ്ട ആ ഒരു നന്മ തന്ന് എന്നെ സഹായിപ്പാൻ എൻ്റെ ചുറ്റുപാടുമുള്ള ആരെയും കൊണ്ടും സാധിക്കത്തില്ല. No one around me is able to do that. എൻ്റെ ചുറ്റുമുള്ള ആരെയും കൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ലെങ്കിൽ എനിക്ക് അത്രയും ഭാരം വേണ്ടത്തില്ല. എനിക്ക് എന്നോട് ചോദിക്കാം, മോനെ എന്നെ സഹായിക്കാവോ, ഈ വിഷയമുണ്ട്, അല്ലെങ്കിൽ ഇച്ചിരി കടം തരാമോ ആ കാര്യത്തിൽ. പക്ഷെ എനിക്ക് അറിയാവുന്ന ആർക്കും ഈ വിഷയത്തിൽ എന്നെ സഹായിക്കുവാൻ കഴിയത്തില്ല. മാനുഷികമായി ചിന്തിച്ചാൽ കഴിയത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോഴാണ് ആ വചനം എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തത്. മനുഷ്യനിൽ സ്വർഗത്തിൽ നിന്ന് വീരമുള്ള കരം നീട്ടി. വായിച്ചേ സങ്കീർത്തനം 20:6. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരം അരുളും. രക്ഷകരമായ വീരപ്രവൃത്തികളാൽ അവൻ ഉത്തരം അരുളും. ഒരു പ്രാവശ്യം വായിച്ചു, വീണ്ടും വായിച്ചു, വീണ്ടും വായിച്ചു. ആമേൻ. ഓരോ പ്രാവശ്യം വായിക്കും തോറും, ഞാനതെ ധ്യാനിക്കും തോറും, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ ഭാഗത്തുനിന്ന് എനിക്ക് ഫോൺ കോൾ വരുന്ന സമയം ഞാൻ ഈ വാക്യം എടുക്കും, ഞാൻ വായിക്കും. ആ ഭാരം എൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയം ഈ വാക്യം എടുക്കും, ഞാൻ ഈ വാക്യം വായിക്കാൻ തുടങ്ങും. വായിക്കും തോറും എൻ്റെ ഉള്ളിലുള്ള ഭാരം നീങ്ങാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലുള്ള ഭാരം നീങ്ങാൻ തുടങ്ങി. വായിക്കും തോറും ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. ഹല്ലേലൂയ. വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഈ വചനം എൻ്റെ മനസ്സിൽ കിടന്ന് ഓടാൻ തുടങ്ങി. ഉറങ്ങുന്ന സമയത്ത് ഈ വചനം ഓടാൻ തുടങ്ങി എൻ്റെ ഉള്ളിൽ. ഞാനിതിനെ പശുക്കളൊക്കെ ഇങ്ങനെ പകൽ അവർ പുല്ലൊക്കെ കഴിച്ചിട്ട് രാത്രി അല്ലേ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ അവരെ ഷെഡിൽ കയറുമ്പോൾ വിശ്രമിക്കുന്ന സമയത്ത് അഴവിറക്കുന്ന, ഇല്ല അങ്ങനെയല്ലേ പറയുന്നത്, അഴവിറക്കുന്ന എന്നതുപോലെ ഈ വചനത്തെ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ 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 കൺഫേസ് ചെയ്യാൻ തുടങ്ങി, ഏറ്റുപറയാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ദൈവം അത്ഭുതങ്ങളുടെ വഴികളെ തുറന്നു. ആ വിഷയത്തെ എനിക്ക് ജയിക്കാൻ പറ്റി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എനിക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റി. കാരണം എന്നെ അതിനെ ജയിക്കാൻ സഹായിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ്. ഇനി അടുത്ത യോശുവ 1:8 വരാം, തിരിച്ചു വരാം. യോശുവ 1:8. നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. എന്നാൽ നിന്റെ പ്രവൃത്തി, പറഞ്ഞേ, സാധിക്കും. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. അതിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് then you will make your way prosperous and then you will have good
സക്സസ്, ഗുഡ് സക്സസ്. യു വിൽ ഹാവ് ഗുഡ് സക്സസ്. അതിന് ആംപ്ലിഫൈഡ് ക്ലാസിക് വേർഷൻ ഇങ്ങനെ പറയുന്നത്, അപ്പോൾ നീ നിന്റെ വഴി അഭിവൃദ്ധി പ്രാപിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നീ ജ്ഞാനത്തോടെ പെരുമാറുകയും വിജയം വരിക്കുകയും ചെയ്യുന്ന ഒന്ന്. ഈ വചനം ഏറ്റെടുത്ത് ഇതിനെ കൊണ്ട് ധ്യാനിക്കാൻ തുടങ്ങിയാൽ നിന്റെ എല്ലാ മേഖലകളും നീ അഭിവൃദ്ധി പ്രാപിക്കുക മാത്രമല്ല, നീ വിജയിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. സോ അതുകൊണ്ടാണ് വചനത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. നിങ്ങൾ വചനം വായിക്കുന്നത് മിസ് ചെയ്യരുത്, വചനം കേൾക്കുന്നത് മിസ് ചെയ്യരുത്. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഉദാഹരണം, 2 പ്ലോട്ടുകൾ. ഇതാണ് നിങ്ങൾ 2 പ്ലോട്ട്, 2 വസ്തുക്കളുണ്ടെന്ന് വെച്ചു. ചില ആളുകൾ ഇവിടെ വന്നിട്ട് ഒരു ദിവസം അവരെ ഞാൻ കാണും, പിന്നെ അവരെ കാണാറില്ല. വിടുതൽ കിട്ടും, പിന്നെ ഇവരെ കാണാറില്ല. പിന്നെ ചിലവരെ ഏതെങ്കിലും കാലത്ത് കാണും, അടുത്ത പ്രശ്നമായിട്ട് വരും. നമ്മൾ ഓരോ പ്രാവശ്യം വചനം കേൾക്കുക. നിങ്ങൾ ഒരു പ്ലോട്ടാണെന്ന് വെച്ചു, ഇതിനകത്ത് നിങ്ങൾ ഇതിന് വേലിയൊന്നും കെട്ടിയില്ല, നിങ്ങൾ ഇതിനെ സംരക്ഷിച്ചില്ല. 2 പ്ലോട്ടുകൾ. അപ്പോൾ നിങ്ങളറിയാതെ, നിങ്ങളങ്ങനെ ശ്രദ്ധിക്കാറില്ല, അങ്ങോട്ടൊന്നും പോകാറില്ല, നിങ്ങളറിയാതെ ആരൊക്കെയോ ഇതിനകത്ത് കയറി കുടിൽ കിട്ടി. മനസ്സിലായോ? കുടിൽ കിട്ടി. അവരെ നിങ്ങളറിയാതെ അവരവിടെ പാർക്കാൻ തുടങ്ങി, ഇതിനകത്ത് കയറി. കേട്ടോണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ അറിയുന്നു, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മാർഗം ഉപയോഗിച്ച് ഇവരെ പുറത്താക്കും. ചിലപ്പോൾ കേസ് കൊടുത്തായിരിക്കാം, ആളുകളെ കൊണ്ടുവന്നായിരിക്കാം, പോലീസിനെ കൊണ്ടുവന്നായിരിക്കാം, അല്ലെങ്കിൽ ആ നാട്ടിലെ പിടിപാടുള്ള ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. നിങ്ങൾ ഇതിനെ പുറത്താക്കുന്നു. ഇതുപോലാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ കടന്നു വരുമ്പോൾ നിങ്ങളുടെ അകത്തുനിന്നും പിശാചുക്കൾ വിട്ടുപോകുന്നു. നിങ്ങളറിയാതെ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒളിച്ചിരുന്ന, നിങ്ങളുടെ ശരീരത്തിനകത്ത് കയറി ഒളിച്ചിരിക്കുന്ന, നിങ്ങളുടെ വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന, നിങ്ങളുടെ എല്ലാ നന്മയ്ക്ക് ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന പിശാചിനെ ഈ സഭയ്ക്കകത്ത് നിങ്ങൾ വരുമ്പോൾ അഭിഷക്തൻ അതിനെ ഇറക്കി വിടുന്നു. നിങ്ങൾ ഫ്രീ ആകുന്നു. പ്രൈസ് ഗാഡ്. ഞാൻ പറയുന്ന പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. എന്നാൽ ഇതൊരു 2 വ്യക്തികളാണ്. ഇത് നമ്പർ 1, ഇത് നമ്പർ 2. 2 വ്യക്തികൾ. ഈ വ്യക്തി ചർച്ചിൽ വന്നു, ഡെലിവേർഡായി, ഭൂതം വിട്ടുപോയി, ഫ്രീ ആയി, ഇറക്കി വിട്ടു. ആ വീട് പുറത്തുപോയി. മനസ്സിലായോ? 2 പേരുടെ വീടും പുറത്തുപോയി. അതിനകത്തുണ്ടായിരുന്നത് വെളിയിൽ പോയി. ഇനി ശ്രദ്ധിക്കുക, നീ പിശാച് പുറത്തുപോയി. അപ്പം ഇത് ഫ്രീ ആയി കിടക്കുക. പക്ഷെ ഒരു വസ്തുവിനകത്തുനിന്ന് ഇതുപോലുള്ള കയ്യേറിയവരെ പുറത്താക്കി കഴിഞ്ഞാൽ നല്ല ഉത്തരവാദിത്വമുള്ള ഉടമസ്ഥർ എന്ത് ചെയ്യും? അടുത്തത് എന്ത് ചെയ്യും? അതിന് വേലി കിട്ടും. എന്ത് ചെയ്യും? അതിന് വേലി കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതിന് ചുറ്റും എന്ത് ചെയ്യും? പറഞ്ഞേ, വേലി കിട്ടും. പ്രൈസ് ഗാഡ്. പക്ഷെ ആദ്യത്തെ മനുഷ്യൻ ഇവിടെ വന്നു, വചനം കേട്ടപ്പോൾ വചനം കേട്ട് അവൻ റിസീവ് ചെയ്യുമ്പോൾ എന്തു സംഭവിക്കുന്നു? അവൻ വേലി കെട്ടുന്നതിന് തുല്യമാണ്. എന്ത് കെട്ടുന്നതിന് തുല്യമാണ്? വേലി കെട്ടുന്നതിന് തുല്യമാണ്. പക്ഷെ ഈ വ്യക്തി പിശാച് പുറത്തുപോയി, ഫ്രീ ആയി, ക്ലീനായി, സ്ഥലമൊക്കെ ക്ലീനായി, വേലി കെട്ടിയില്ല. വചനം കേട്ട് എന്ത് കെട്ടിയില്ല? വേലി കെട്ടിയില്ല. ഇതാണ് ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഒന്നാമത്തെ ദിവസം വന്ന് വിടുതൽ കിട്ടിപ്പോയി പിന്നെ വരാത്തവരുടെ കാര്യം ഞാൻ ഈ പറയുന്നത്.
ബൈബിൾ വാക്യങ്ങളോട് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഞാൻ ഇന്ന് അതിലേക്ക്, അതല്ല എൻ്റെ സബ്ജക്റ്റ്. പക്ഷെ ഞാൻ നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കുക വചനത്തിൻ്റെ പ്രത്യേകത. പക്ഷെ ഈ വ്യക്തി നിരന്തരമായി പ്രേരണ വരാൻ തുടങ്ങി. നിരന്തരമായി പ്രേരണ വന്ന് വചനം കേൾക്കുന്നതനുസരിച്ച് വേലി മാറി മതിലുകൾ വന്നു. അവിടെ എന്ത് വന്നു? മതിൽ, സ്ട്രോങ് ആയിട്ടൊരു മതിൽ വന്നു. പിടിയിട്ട് പറഞ്ഞേ, പ്രൈസ് ഗാഡ്. സ്ട്രോങ് ആയിട്ടൊരു മതിൽ അവർ കെട്ടിയ, സ്ട്രോങ്. പക്ഷെ ഇത് തുറന്നു നടക്കുക. അപ്പൊ ഈ പുറത്തു പോയവന് അകത്ത് വരണമെന്നുണ്ട്, പക്ഷേ മതില് കാരണം അവൻ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. പിടികിട്ടിയോ? പക്ഷേ ഇവിടെ ഇവൻ നോക്കുമ്പോ ഉടമസ്ഥൻ വേലിയും കെട്ടില്ല, മതിലും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇവനൊരു കാര്യം മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്ക് ചെന്നാൽ ശരിയാകത്തില്ല. അതാ ബൈബിള് പറയുന്നേ, 7 എണ്ണത്തിനെ കൂട്ടുപിടിച്ച്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക, 1, 2, 3. മനസ്സിലായോ? ഞാൻ ജസ്റ്റ് പെട്ടെന്ന് വരയ്ക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. എത്ര ഇത്? 6 അല്ലേ? 7. പുള്ളി മുഖ്യ മനുഷ്യനാണ്, അതുകൊണ്ട് പുള്ളി അങ്ങനെ 7 എണ്ണത്തിനെ കൂട്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു 8 കുടിലുകളായി ആ വീടിനകത്ത്, ആ സ്ഥലത്തിനകത്ത്. നേരത്തെ ഒരു കുടിലേ ഉള്ളായിരുന്നു, ഒരു താമസക്കാരനെ ഉള്ളായിരുന്നു. അവരെ ഇറക്കി വിട്ടു. പക്ഷെ ഉടമസ്ഥൻ വേണ്ടുന്ന പോലെ വേലി കിട്ടിയില്ല. മതില് പണിയാഞ്ഞത് കൊണ്ട് അവൻ പോയി അവൻ്റെ ബന്ധുക്കളും ചാർച്ചക്കാരുമായുള്ള 7 പേരെ സമീപിച്ച് അവരെ കൊണ്ട് വന്നിട്ട് ഈ സ്ഥലം കയ്യേറിയിട്ട് എന്ത് കിട്ടി? കുടിൽ കെട്ടി. പ്രൈസ് ഗാഡ്. എത്രയൊക്കെ അത് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. വചനം കേൾക്കുന്നവൻ അങ്ങനെയല്ല. വചനം കേൾക്കുന്ന ഓരോ പ്രാവശ്യവും വചനം കേൾക്കുന്നതനുസരിച്ച് അവൻ സ്ട്രോങ് ആവും ദൈവത്തിൽ, ക്രിസ്തുവിൽ. അതനുസരിച്ച് അവൻ്റെ മതിലുകൾ ഉയരും. അന്യർക്ക് കയറാൻ പറ്റത്തില്ല, അന്യർക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. പിന്നെ ഓരോ പ്രാവശ്യവും വചനം കേൾക്കും തോറും അവൻ ഇതിൻ്റെ അകത്ത് മനോഹരമായ പ്രൊജക്റ്റുകൾ പദ്ധതി ഇടും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആമേൻ, പ്രൈസ് ഗാഡ്. മനോഹരമായ സ്വപ്നങ്ങൾ ഇതിനകത്ത് പണിയാൻ തുടങ്ങും. അത് യാഥാർത്ഥ്യമാകും. ഇവൻ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. നാളെ ഇവന്റെ വസ്തു അല്ലെങ്കിൽ ഈ വ്യക്തി വളരെ വാല്യുബിളായ ഒരു വ്യക്തിയായി തീരും. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? വിലപ്പെട്ടവനായി, പ്രഷ്യസായി, വിലയുള്ളവനായി മാറും. പക്ഷെ ഇവന്റെയോ എല്ലാം നഷ്ടപ്പെട്ടു പോകും എൻ്റെ കയ്യിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുമില്ലാത്തവനെ പോലായി തീരും. ഞാൻ ഇത് ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായവരൊന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. അതുകൊണ്ടാണ് വചനം കേൾക്കണം എന്ന് ഞാൻ പറയുന്നത്. കാരണം വചനത്താലാണ് ഒരു ദൈവ പൈതൽ പണിയപ്പെടത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞായറാഴ്ചകൾ മിസ് ചെയ്യരുത്. ഞായറാഴ്ചകൾ ഞാൻ ഈ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ ഞായറാഴ്ച മിസ് ചെയ്യുന്ന വ്യക്തികളോട് ഞാൻ പറയാം, നിങ്ങൾക്ക് വലിയ 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 നഷ്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ ചില വചനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ 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 നഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ 100% പറയാം. ഒരിക്കലും നിങ്ങൾ ഈ നിലയിൽ എത്തത്തില്ല. 10 വർഷം കഴിഞ്ഞാലും 20 വർഷം കഴിഞ്ഞാലും 30 വർഷം കഴിഞ്ഞാലും ഹല്ലേലൂയ നിങ്ങളൊരു സാധാരണ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ദൈവം നമ്മളെ വിളിച്ചതൊരു സാധാരണ ജീവിതത്തിനല്ല, അസാധാരണമായ ജീവിതത്തിനാണ്. പ്രൈസ് ഗാഡ്. ദൈവം ആഗ്രഹിക്കുന്ന ഒന്നും നിങ്ങളിൽ നടക്കാതെ പോകും. എത്രയൊക്കെ അത് പിടികിട്ടുന്നുണ്ട്? പ്രവചനങ്ങളോ ദൂതുകളോ ദൈവിക ആലോചനകളോ ഒന്നും നടക്കാതെ പോകും. പക്ഷെ വചനം കേൾക്കുന്നവൻ്റെ അകത്ത് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. അതുകൊണ്ട് വചനം മിസ് ചെയ്യരുത്. പ്രൈസ് ഗാഡ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു വലിയൊരു കാര്യം പഠിപ്പിക്കാൻ പോവാം. ഇന്ന് കേൾക്കുന്ന വചനത്തിനകത്ത് നിങ്ങളുടെ കണ്ണ് തുറക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ,
തുറന്നാൽ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ലൈഫിൽ. പ്രൈസ് ഗോഡ്. മനുഷ്യ ചരിത്രത്തിൽ നീ ശ്രദ്ധിക്കണം, മനുഷ്യത്തെ ചരിത്രത്തിൽ 3 പ്രധാനപ്പെട്ട വ്യക്തികളെ കാണാൻ പറ്റും. മനുഷ്യ ചരിത്രത്തിൽ, ബൈബിൾ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഏത് കാര്യം വചന അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നമ്മുടെ വിഷയം ബൈബിളാണ്, അല്ല മനുഷ്യൻ്റെ അഭിപ്രായങ്ങളൊന്നുമല്ല. മനുഷ്യൻ്റെ ചരിത്രമല്ല നമ്മുടെ ചരിത്രം, നമ്മുടെ ചരിത്രം ബൈബിളാണ്. ബൈബിളാണ് നമ്മുടെ എല്ലാം. അപ്പോൾ ബൈബിൾ എന്ത് പറയുന്നതാണ്? ഒന്നാമത്തെ ആളാണ് നോഹ, ആദാം. ആദാമിലൂടെയാണ് മനുഷ്യജാതി ഭൂമിയിലേക്ക് വന്നത്. ആരുടെ മനുഷ്യജാതി വന്നത്? ആദാമിലൂടെയാണ് മനുഷ്യൻ, ഇല്ലേ, മനുഷ്യജാതി ഭൂമിയിലുണ്ടായത്. എന്നാൽ ഈ മനുഷ്യജാതി പാപം ചെയ്തു. ദൈവം മനുഷ്യനെ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ മനുഷ്യജാതി നിലനിൽക്കാൻ നീതിമാനായ ഒരു മനുഷ്യനെ ദൈവം കണ്ടു. അവന്റെ പേരാണ് നോഹ. എന്താണ്? നോഹ. ഓക്കെ. ഈ മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി എന്നറിയാമോ? For the existence of mankind, മനുഷ്യജാതിയുടെ നിലനിൽപ്പിന് വേണ്ടി. കാരണം പ്രളയം കൊണ്ട്, ജലപ്രളയം കൊണ്ട് ദൈവം മനുഷ്യനെ നശിപ്പിക്കാൻ തീരുമാനിച്ച കാലത്ത് മനുഷ്യവംശത്തെ നിലനിർത്തുവാൻ ഒരു മനുഷ്യനെ ദൈവം കണ്ടു. ആരാണത്? പറഞ്ഞേ, നോഹ. പറഞ്ഞേ, നോഹ. ഉൽപ്പത്തി 6:8 നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പറഞ്ഞേ, കൃപ ലഭിച്ചു. അപ്പം നോഹയിലൂടെയാണ് ജലപ്രളയത്തിനു ശേഷം മനുഷ്യൻ നിലനിന്നത്. ആരിലൂടെയാണ്? നോഹയിലൂടെ. പറഞ്ഞേ, നോഹയിലൂടെ. ഒന്ന് പറഞ്ഞ്, നോഹയിലൂടെ. പെട്ടെന്ന് ഞാനൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ എടുക്കുന്നേ, മനസ്സിലാകുന്നുണ്ടോ? നോഹയിലൂടെ. രണ്ടാമത്തെ വ്യക്തിയാണ് എബ്രഹാം. മനസ്സിലായോ? എബ്രഹാം. എബ്രഹാം ആരാണ്? എബ്രഹാം. എബ്രഹാം നിങ്ങൾക്ക് എഴുതിയെടുക്കാം. എബ്രഹാം. പിടികിട്ടിയോ? അപ്പം എബ്രഹാമിലൂടെയാണ് ദൈവം ഒരു ജനതയെ തെരഞ്ഞെടുത്തത്. തനിക്ക് വേണ്ടി ഒരു ജനത. അതിനെയാണ് ദ ചോസൻ ജനറേഷൻ എന്ന് പറയും. ദൈവം. കാരണം നോഹയ്ക്ക് ശേഷം വലിയൊരു ജനസമൂഹം ഭൂമിയിലുണ്ടായിരുന്നു. അതിൻ്റെ നടുവിൽ നിന്ന് ദൈവത്തിനു വേണ്ടി, ദൈവത്തിന് എൻ്റെ സ്വന്തം എന്ന് പറയുവാൻ, എൻ്റെ ജനമെന്ന് പറയുവാൻ ദൈവം തെരഞ്ഞെടുക്കാൻ ഉപയോഗിച്ച വ്യക്തിയാണ് എബ്രഹാം. എല്ലാവരും പറഞ്ഞ എബ്രഹാം. ഒന്നുകൂടെ പറഞ്ഞ എബ്രഹാം. മൂന്നാമതാണ് നമ്മുടെ കർത്താവ് ജീസസ് ക്രൈസ്റ്റ്. പറഞ്ഞേ, ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. പ്രൈസ് ഗോഡ്. നീ ശ്രദ്ധിക്കണം, നോഹയിലൂടെ ജലപ്രളയത്തിനു ശേഷം മനുഷ്യന് വംശനാശം വരാതിരിക്കാൻ, മനുഷ്യജാതി ഈ ഭൂമി നിലനിൽക്കുവാൻ ദൈവം നോഹയെ തിരഞ്ഞെടുത്തു. നോഹയും കുടുംബത്തെയും, തൻ്റെ മക്കൾ ഷേം, ഹാം, യാഫേത്ത്, അവരിലൂടെ മനുഷ്യവംശം നിലനിന്നു. ഉറങ്ങിപ്പോയില്ലല്ലോ ആരോ. പ്രൈസ് ഗോഡ്. 2, ഈ മനുഷ്യവംശത്തിൽ നിന്ന് തനിക്ക് വേണ്ടി ഒരു ജനം, ദൈവത്തിനു വേണ്ടി ഒരു പ്രത്യേക ജനമായി നിലക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് എബ്രഹാം. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? എന്നാൽ മുഴു ലോകത്തെയും പ്രൈസ് ഗോഡ് കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അയച്ച വ്യക്തിയാണ് യേശു. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? മുഴു ലോകത്തിൻ്റെ രക്ഷയ്ക്കായി, മുഴു ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി, അല്പം കൂടെ പറഞ്ഞാൽ ദൈവത്തിനു മക്കളായി തീരെ മനുഷ്യവംശത്തിൽ നിന്ന് ദൈവം മക്കളെ തിരഞ്ഞെടുപ്പാൻ,
മക്കൾക്ക് വേണ്ടി. മനസ്സിലാകുന്നുണ്ടോ? സൺസ് അല്ലെങ്കിൽ ഡിസെൻഡൻസ്. മനസ്സിലാകുന്നുണ്ടോ? ഡിസെൻഡൻസ് ഫോർ ഗാഡ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഇത് വംശനാശം വരാതിരിക്കുവാൻ മാനവജാതിയുടെ നിലനിൽപ്പിന് വേണ്ടി നോഹ, ദൈവത്തിനു വേണ്ടി ഒരു ജനം. ഈ നീഡ് പീപ്പിൾ, നോട്ട് സൺസ്, പീപ്പിൾ. ദൈവത്തിനു വേണ്ടി ഒരു ജനം. എന്നാൽ ജീസസിലൂടെ ഒരു ജനത്തെ അല്ല, മറിച്ച് മക്കൾ സൃഷ്ടിക്കപ്പെട്ടു. ആര് സൃഷ്ടിക്കപ്പെട്ടു? യോഹന്നാൻ 1:12 യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ദൈവം എന്ത് അധികാരം കൊടുത്തത്? എന്ത് പ്രിവിലേജ് കൊടുത്തത്? മക്കളാകാനുള്ള പ്രിവിലേജ് കൊടുത്തു. എത്രയൊക്കെ അത് പിടികിട്ടുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ സന്തോഷത്തോടെ ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വെളിപ്പാടുകൾ അകത്ത് കത്തും. നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രമേ ദൈവിക ദൂതുകൾ നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തത്തുള്ളൂ. എത്രക്കും ഇത് പിടികിട്ടുന്നുണ്ട്? ആമേൻ. ഈ മെസ്സേജ് ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഞാനിതിനെ ധ്യാനിച്ചിട്ടാണ് വരുന്നത്. പ്രൈസ് ഗാഡ്. ഇത് ഏറ്റെടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഹല്ലേലൂയ. ഇത് സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചു വരുമ്പോൾ നിങ്ങൾ ആഗ്രഹത്തോടെ ഇരുന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവ് എന്നെ ആ നിലയിൽ ഉപയോഗിക്കത്തുള്ളൂ. നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരാൻ, മനസ്സിലാക്കി തരാൻ. പ്രൈസ് ഗാഡ്. ഈ വചനം മനസ്സിലാക്കാത്തിടത്തോളം ഈ വചനത്തിലുള്ള അനുഗ്രഹങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കത്തില്ല. ഞാൻ പറയുന്ന പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഡ്രൈവിംഗ് ആസ്വദിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഡ്രൈവിംഗ് അറിയാത്ത ഒരു വ്യക്തി വണ്ടി വലിയ പിടുത്തമൊന്നുമില്ല ഓടിക്കാൻ, ആസ്വദിക്കാൻ പറ്റത്തില്ല. പക്ഷെ നല്ലപോലെ ഡ്രൈവിംഗ് അറിയാവുന്ന ആളോ ആസ്വദിച്ച് ഓടിക്കുക. അത് പ്രൈസ് ഗാഡ്. ഏത് സാധനവും ഞാൻ എപ്പോഴും ഉദാഹരണം പറയുന്നത്, സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. നമുക്ക് ഏതിനെക്കുറിച്ച് അറിവുണ്ടോ അത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ നമ്മൾ മേടിക്കത്തുള്ളൂ. അതിൻ്റെ അനുഭവം മാത്രമേ നമുക്കുണ്ടാകത്തുള്ളൂ. നമുക്ക് അറിവില്ലാത്തതിൻ്റെ ഒന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. എത്രയൊക്കെ അത് പിടികിട്ടുന്നുണ്ട്? ഞാൻ പല വട്ടം പറഞ്ഞ കാര്യമാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ചില കാര്യങ്ങൾ അറിയാൻ പോവുകയാണ്. എത്രയ്ക്ക് സന്തോഷമുണ്ട്. ഈ അറിവ് വർഷങ്ങളായി നീ കേൾക്കുന്ന ദൂതുകൾ നിന്റെ ലൈഫിൽ ഫുൾഫിൽ ചെയ്യുവാൻ ഈ അറിവ് നിന്നെ സഹായിക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ആൾക്കാർക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് വെച്ചാൽ അവർ ഈ പ്രവചനങ്ങളെല്ലാം ഏറ്റെടുക്കും, അല്ലെങ്കിൽ പ്രവചനങ്ങൾ നോട്ട് ചെയ്യും. പക്ഷെ ഈ പ്രവചനങ്ങളുടെ വഴി അവർക്കറിയത്തില്ല. ഇതെങ്ങനെ കിട്ടുമെന്ന് അവർക്കറിയത്തില്ല. ഇതെങ്ങനെ ലഭിക്കാൻ പറ്റുമെന്ന് അവർക്കറിയത്തില്ല. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രൈസ് ഗാഡ്. ഇനി ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഒരാൾ ഒന്ന് തുടച്ചു തന്നെ മുന്നേ അടുത്തൊരു വാക്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം സമയം കൊണ്ട്. അല്പസമയം അന്യഭാഷയിൽ സംസാരിച്ചാട്ടെ. അല്പസമയം അന്യഭാഷയിൽ എല്ലാവരും ഉണ്ടോ? ഇനി ശ്രദ്ധിക്കുക. ഞാൻ 2-3 പേരുടെ പേരുകളൊക്കെ പറഞ്ഞു ഇല്ലേ? നോഹ, ആദാമിലൂടെ പിന്നെ നമ്മൾ കാണുന്ന നോഹയാണ്, പിന്നെ കാണുന്ന പ്രധാനപ്പെട്ട വ്യക്തി എബ്രഹാമാണ്. മനസ്സിലായോ? ഈ എബ്രഹാമിൽ 2 സന്തതികൾ ജനിച്ചു. 2 സന്തതികൾ.
ആരാണ് ഒന്ന് ഇസ്ഹാക്കും ഒന്ന് ഇഷ്മയേലുമാണ്, അല്ലേ? നിങ്ങൾക്കറിയാം, ഒന്ന് ഇസ്ഹാക്കും ഒന്ന് ഇഷ്മേലാണ്. പെട്ടെന്ന് എഴുതി പോകും, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. പ്രീതിയോ പറഞ്ഞത് ഒന്ന് വാറ്റത്ത സന്തതിയാണ്. ഇസ്ഹാക്ക് ആരാണ്? വാറ്റത്ത സന്തതിയാണ്. എബ്രഹാമിന് തൻ്റെ ഭാര്യ സാറയിലൂടെ ദൈവം കൊടുത്തതാണ്. പ്രൈസ് ഗാഡ്. എത്രക്ക് അത് പിടികിട്ടുന്നുണ്ട്? എന്നാൽ ഇസ്മേൽ എങ്ങനെ ജനിച്ചത്? ഹാഗാറിലൂടെയാണ് ജനിച്ചത്, അല്ലേ? ദൈവം ഒരിക്കലും, ദൈവത്തിൻ്റെ രണ്ട് രീതിയിലുള്ള പദ്ധതിയുണ്ട് ദൈവത്തിന് ആരംഭം അറിയാം, അവസാനം അറിയാം. പ്രൈസ് ഗാഡ്. ആരംഭത്തിലെ ദൈവം അവസാനം കാണുന്നു, അവസാനത്തിൽ നിന്നുകൊണ്ട് ദൈവം ആരംഭം കാണുന്നവനാണ്. പ്രൈസ് ഗാഡ്. ആമേൻ. എത്രക്കത് പിടികിട്ടുന്നുണ്ട്? എപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ രണ്ട് പദ്ധതികൾ, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, രണ്ട് റൂട്ടുകൾ ഉണ്ടാവും. ഒന്ന്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ആൾക്കാർ ചോദിക്കും, അവസാനം നമുക്കറിയാം ഇസ്മായിൽ ഇസ്ഹാക്കുമായിട്ട് ഇന്നും യുദ്ധമാണ്, അന്നും പ്രശ്നമായിരുന്നു. ചോദിക്കും, ദൈവത്തിന് അറിയത്തില്ലായിരുന്നു ഇസ്മായിൽ ജനിച്ചാൽ അല്ലെങ്കിൽ ഹാഗാർ? ദൈവം മനുഷ്യന് ഫ്രീ വിൽ കൊടുത്തിട്ടുണ്ട്. ആമേൻ. നമുക്ക് ദൈവ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് കർത്താവ് പറഞ്ഞത്, നിനക്ക് ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ കഴിക്കാം, പക്ഷേ 2 വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത്. പിടികിട്ടുന്നുണ്ടോ? ദൈവം അതിനു ചുറ്റും മതിൽ കെട്ടിയൊന്നും വെച്ചില്ല. കർത്താവ് ഒരിക്കലും ഒരു മനുഷ്യന്റെ ഫ്രീ വില്ലിനെ ദൈവം തൊടത്തില്ല. പ്രൈസ് ഗാഡ്. അവന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ദൈവം അത് പറഞ്ഞു കൊടുക്കും, മോനെ അത് അപകടമാണ്. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലതും അറിയത്തില്ല, അല്ലേ? പക്ഷെ നമ്മൾ ലോകത്ത് എത്രയോ അപകടങ്ങളായ കാര്യങ്ങൾ അവരുടെ ചുറ്റുപാടുമുണ്ട്. അവരുടെ യാത്രകളിൽ ഉണ്ടാകാം, സ്കൂളിൽ പോകുന്നിടത്തുണ്ടാകാം, കോളേജിലുണ്ടാകാം. നമ്മൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കും, മോനെ നീ അവിടെ സൂക്ഷിക്കണം, നീ അങ്ങോട്ട് പോകരുത്, അത് ഉപയോഗിക്കരുത്, അങ്ങനെയുള്ള കൂട്ടുകെട്ടിലേക്ക് നീ പോകരുത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നമ്മൾ ബന്ധിക്കാറില്ല. ഞാൻ പറയുന്ന മലയാളം മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും അവരെ വീടിനകത്ത് പിടിച്ച് പൂട്ടിയിടാറില്ല, കെട്ടിയിടാറില്ല. അവരെ ഫ്രീ ആയിട്ട് അവരുടെ കോളേജിലേക്കും സ്കൂളിലേക്കും അവരുടെ കൂട്ടുകാരുടെ നടുവിലേക്കൊക്കെ നമ്മൾ അവരെ വിടുമ്പോൾ നമ്മൾ പക്ഷെ പറഞ്ഞു കൊടുക്കും, മോനെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കോളേജിൽ വിടുന്ന സമയത്ത് ഞാൻ വൈഫ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് കൊണ്ട് ഉപദേശങ്ങൾ കൊടുത്തു, മോനെ ഇന്ന കൂട്ടുകെട്ടുകളിലേക്ക് നിങ്ങൾ പോകരുത്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ സൂക്ഷിക്കണം, ഇന്നത് ശ്രദ്ധിക്കണം. പറഞ്ഞു മനസ്സിലായോ? വി അഡ്വൈസ് ദം. അല്ലാതെ ലോകത്ത് അവിടെ ചെന്നാൽ ലോകത്തിപ്പോൾ വാർത്തകളിലെല്ലാം നിറയെ പ്രശ്നങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, വലിയ 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 വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഒരിടത്തോട്ട് വിടാതെ ഞാൻ വീട്ടിനകത്ത് പൂട്ടിയിടുകയല്ല. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വാണിംഗ് കൊടുക്കും. പ്രൈസ് ഗാഡ്. എന്നതുപോലെയാണ് ദൈവവും ചെയ്തത്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ദൈവം അടച്ചിട്ടില്ല, ബന്ധിച്ചില്ല. മറിച്ച് അവർക്ക് ഫ്രീഡം കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഏദൻ തോട്ടം നിനക്ക് വേണ്ടിയുള്ളതാ, നിങ്ങൾക്ക് മുഴുവനും ആസ്വദിക്കാം, എല്ലാ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ കഴിക്കാം, പക്ഷെ 2 വൃക്ഷങ്ങളുടെ ഒഴികെ നിനക്ക് എല്ലാ വൃക്ഷങ്ങളുടെ ഫലങ്ങളും നിനക്ക് അനുഭവിക്കാം എന്ന് പറഞ്ഞ പോലെ സാറായുടെ ഫ്രീ വില്ലിനെ ദൈവം തടഞ്ഞില്ല, ആഗ്രഹത്തെ ദൈവം തടഞ്ഞില്ല. കാര്യം പുള്ളിക്കാരി പ്രായം ചെല്ലുന്തോറും പുള്ളിക്കാരുടെ അകത്ത് ടെൻഷൻ കൂടിക്കൂടി വന്നു. എന്താ കാരണം? എബ്രഹാമിനൊരു സന്തതിയെ കൊടുക്കാൻ പറ്റുന്നില്ല, എബ്രഹാമിനൊരു സന്തതിയെ കൊടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ടെൻഷൻ കൂടിക്കൂടി ഒരു ദിവസം എബ്രഹാമിനോട് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്, ഏതായാലും എനിക്ക് തോന്നുന്നില്ല ഞാൻ പ്രസവിച്ചൊരു മകനെ നിങ്ങൾക്ക് തരുമെന്ന്. പുള്ളിക്കാരി അവിശ്വാസം പറയാൻ തുടങ്ങി, നിരാശയിലേക്ക് പോയി.
പുള്ളിക്കാരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്കൊരു ദാസിയുണ്ട്, ഹാഗാർ, ഈജിപ്തിൽ നിന്ന് കിട്ടിയ ഒരു ദാസിയ, ഹാഗാറിൻ്റെ അടുക്കൽ ചെല്ല, നിങ്ങൾക്കൊരു മോനെ കിട്ടും. അങ്ങനെ ഭാര്യയുടെ അനുവാദത്തോടെ എബ്രഹാം ദാസിയുടെ അടുക്കൽ ചെല്ലുകയും അതിലൂടെ ജനിച്ച സന്താനമാണ് ഇസ്മയിൽ. ഇതിന് ബൈബിൾ പറയുന്നത് ജഡപ്രകാരമുള്ള സന്താനം. പ്രൈസ് ഗാഡ്, ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ പ്രോമിസ് സാറയിൽ നിന്ന് ജനിച്ചു. പിന്നീട് സാറ ഗർഭം ധരിക്കുന്നു, നമുക്ക് വചനങ്ങൾ അറിയാം, ഇസ്ഹാക്കിന് ജനനം കൊടുക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തം കിടക്കുന്ന ആരുടെ മേല? ഇസ്ഹാക്കിൻ്റെ മേലാണ്. എത്രയൊക്കെ അത് പിടികിട്ടുന്നുണ്ട്? ആമേൻ. ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജനിച്ചത് ഇസ്ഹാക്ക. പിടികിട്ടുന്നില്ല? പിടികിട്ടിയോ? പക്ഷെ ഇസ്മയേൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ജനിച്ചതല്ല, ജഡത്തിന്റെ ഇഷ്ടത്താൽ ജനിച്ചതാണ് ഇസ്ഹാക്ക്. സോറി, ഇസ്മയേൽ. പിടികിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ജനിച്ചത് ഇസ്ഹാക്കും, ജഡത്തിന്റെ ഇഷ്ടത്തിൽ ജനിച്ചത് ഇസ്മയേലുമാണ്. രണ്ടും പിടികിട്ടിയോ പറഞ്ഞത്? ഹല്ലേലൂയ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. പ്രൈസ് ഗാഡ്. ഇതുപോലാണ് ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചും ജീവിക്കാം, നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടമനുസരിച്ചും ജീവിക്കാം. പിടികിട്ടിയോ? ഇപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വന്നു, നമുക്ക് വചനത്തിൻ്റെ ഇഷ്ടം, വചനത്തിനനുസരിച്ചും ജീവിക്കാനുള്ള അധികാരമുണ്ട്, നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട്. എത്രയൊക്കെ അത് പിടികിട്ടുന്നുണ്ട്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം പിൻകാലത്ത് ഇവർ ജനിച്ചു ഇങ്ങനെ വളർന്നു വരുന്ന സമയത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി ഞാൻ ഇതൊന്ന് ചുരുക്കി രണ്ട് കാര്യത്തിലേക്ക് വരികയാണ്. പ്രൈസ് ഗാഡ്. ഇസ്ഹാക്കിന്റെ മാത്രം ഞാൻ പറയും. ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. ആരെ ജനിപ്പിച്ചു? പറഞ്ഞു. ഐസക് ആരെ ജനിപ്പിച്ചത്? ജേക്കബിനെ ജനിപ്പിച്ചു, യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് 12 ഗോത്രങ്ങളെ ജനിപ്പിച്ചു. ആരെ ജനിപ്പിച്ചു? 12 ഗോത്രങ്ങളെ ജനിപ്പിച്ചു. ഈ 12 ഗോത്രങ്ങളിൽ നിന്ന് വന്നവരാണ് ഇന്ന് കാണുന്ന ജഡപ്രകാരമുള്ള യഹൂദന്മാർ. ജഡപ്രകാരമുള്ള യഹൂദന്മാർ ഇതിൽ നിന്ന് വന്നതാണ്, ഈ ലീനേജിൽ വന്നതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഈ ഇതിൽ വന്നതാണ്. ഇത് രണ്ടും മാറിപ്പോയി. ഇത് ഇസ്മയേല് പിന്നെ ജനനം കൊടുത്ത് മക്കളെ അവരിങ്ങനെ പോയി, ഈ ഭാഗത്തേക്ക് പോയി, ഇവർ ഇതിലേക്ക് പോയി. ശ്രദ്ധിക്കണം, ഇന്ന് ഇസ്രായേൽ പാർക്കുന്ന ലോകത്ത് യഹൂദൻ എന്ന് പറയുന്നവരെല്ലാം ഈ ഇസ്ഹാക്കിൽ നിന്ന് ജനിച്ചവരാണ്. ആമേൻ. ഈ ലീനേജിലാണ് ദാവീദ് വന്നത്. ഈ ലീനേജിലാണ്, ഈ വംശാവലിയിലാണ് ദാവീദിന്റെ സന്തതിയായി ആര് ജനിച്ചത്? പറഞ്ഞേ, ആര് ജനിച്ചു? ആര് ജനിച്ചു? യേശു ജനിച്ചു. ആര് ജനിച്ചു? യേശു ജനിച്ചു. മനസ്സിലായോ? അപ്പൊ ഈ ഭൂമിയിൽ യേശു യഹൂദനായിട്ടാണ് ജനിച്ചത്. ഞാൻ പിടികിട്ടുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? എത്രക്കും അത് പിടികിട്ടുന്നുണ്ട്? എത്രക്കും അത് പിടികിട്ടുന്നുണ്ട്? ഇനി നമ്മളൊരു വാക്യം വായിക്കാനായി പോവാം. ശ്രദ്ധിക്കുക. അപ്പം ഈ 12 ഗോത്രങ്ങളിൽ ജനിക്കാത്ത ആര് യഹൂദന്മാരല്ല. അവരെല്ലാവരും അവരെ വിളിക്കുന്ന പേരാണ് ജെന്റൈൽസ് എന്ന് പറയും, അല്ലെ ജാതികൾ എന്ന് പറയും. അത് അവർ ഈ ലീനിയേജിലൂടെ വന്നത്. മനസ്സിലായോ? ഇസ്മയേലിൻ്റെ രീതിയിലാണ് അവർ ജനനം കൊണ്ടത്.
അവരെയാണ് ജാതികൾ എന്ന് പറയുന്നത്, ജെന്റൈൽസ് എന്ന് പറയുന്നത്. പ്രൈസ് ഗാഡ്. ഈ നിലയിൽ വന്ന ആരും, ഇവരെല്ലാം ഇസ്രായേലുകാരാണ്, അല്ലെങ്കിൽ ഇസ്രായേലിലെ സിറ്റിസൺഷിപ്പ് എടുത്തവരല്ല. അവിടെ ഇസ്രായേൽ രാജ്യത്ത് എന്നാൽ അവർ പല മതത്തിലുള്ളവർ സിറ്റിസൺസ് എടുത്തിട്ടുണ്ട്. യഹൂദന്മാർ മാത്രമല്ല അവിടെ സിറ്റിസൺസ് ആയിട്ടുള്ളത്. പക്ഷേ യഹൂദ മതം കേട്ടിട്ടുണ്ട്, ഈ ലോകത്തിൽ ഏറ്റവും പുരാണമായ മതമാണ്, ഏറ്റവും ഓൾഡസ്റ്റ് റിലീജിയനാണ് ജൂയിഷ് റിലീജിയൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? പ്രൈസ് ഗാഡ്. കാര്യം എബ്രഹാമിനെ കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഇവരുടെ പാരമ്പര്യം അവരങ്ങനെ പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ പറയപ്പെടുന്നത്. എന്നാൽ അതവിടെ നിൽക്കട്ടെ, ചിലപ്പോൾ ചിലർക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ യഹൂദ മതത്തിൽ നിന്നാണ് ആര് ജനിച്ചത്? യേശു ജനിച്ചത്. പറഞ്ഞ് യേശു ജനിച്ചത് എന്ന് പറഞ്ഞാൽ ഈ എബ്രഹാമിൽ നിന്നാണ് ആര് വന്നത്? ഈ വംശവലിയിൽ നിന്നാണ് ആര് വന്നത്? ജീസസ് വന്നത് ഈ ഭൂമിയിലേക്ക്. അത്രയും മനസ്സിലാവുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഇനി അടുത്തത്, അതിന് അർത്ഥം നമ്മളാരും ഈ കൂട്ടത്തിൽ പെടുന്നവരല്ല, നമ്മളല്ല ഈ കൂട്ടത്തിൽ പെടുന്നവരാണ്, ജാതികളായി ജനിച്ചവരാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സംഭവിച്ചെന്ന് ശ്രദ്ധിക്കണം. നമുക്കൊരു വാക്യം വായിക്കാം. പ്രൈസ് ഗാഡ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കാം. 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം തൊട്ട് എല്ലാവരും നിർത്തി ശ്രദ്ധിച്ചു വായിക്കണം. ഞാനൊരു വചനം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോവാ. വായിച്ചേ. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. In time past Gentiles in the flesh, പ്രകൃതിയാൽ ജാതികളായിരുന്നു. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് എബ്രഹാമിന് ദൈവം കൊണ്ട് ആദ്യത്തെ ഹീബ്രു എന്ന് വിളിക്കുന്നത്, എബ്രായൻ എന്ന് വിളിക്കുന്നത് എബ്രഹാമിനെയാണ്. ഉൽപ്പത്തി പുസ്തകം 14:13. ഉൽപ്പത്തി പുസ്തകം 14:13. ഉൽപ്പത്തി പുസ്തകം 14:13. ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രാമിനെ അറിയിച്ചു. അബ്രാമിനെ കണ്ടോ? അപ്പൊ എബ്രായൻ എന്ന വാക്കിന്റെ അർത്ഥം വൺ ടു ക്രോസ് ദ യൂഫ്രട്ടീസ് റിവർ എന്നാണ്. നദി കടന്നു വന്നവനാണ് എബ്രായൻ. ഈ ഹീബ്രു എന്ന വാക്കിന്റെ അർത്ഥം വന്ന വൺ ടു ക്രോസ് ദ യൂഫ്രട്ടീസ് റിവർ, വൺ ടു ക്രോസ് ദ റിവർ എന്നാണ്. എന്ന് പറഞ്ഞാൽ നദി കടന്നു വന്നവൻ എന്നാണ് ഹീബ്രു എന്ന വാക്കിന്റെ, എബ്രായൻ എന്ന വാക്കിന്റെ പദം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ ഇന്ന് സ്നാനപ്പെട്ട വ്യക്തികളോടൊക്കെ ഞാൻ പറയട്ടെ, ഈ നദി സ്നാനത്തെ കാണിക്കുന്നതാണ്. യോർദാൻ കടന്നു വന്ന നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ഗാഡ്. ദൈവത്തിന് അനുഗ്രഹങ്ങൾ നമ്മുടെ മേലുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് ചിന്തിക്കാം. പ്രൈസ് ഗാഡ്. ഇതൊക്കെ ഞാൻ ധ്യാനിച്ചപ്പോൾ ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇനി എഫേസ്യർ 2:11. അപ്പം ഓൺ ദ വേ എബ്രഹാമിന് ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞ് ഇസഹാക്കിന് ഏകദേശം 12 വയസ്സായപ്പോൾ ദൈവം എബ്രഹാമിനോട് പറഞ്ഞു, ഇസഹാക്കിനെ പരിച്ഛേദന ചെയ്യിക്കണം. സർക്കംസിഷൻ. ആമേൻ. പരിച്ഛേദന ചെയ്യിക്കണം. പരിച്ഛേദന ചെയ്യിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം. പ്രൈസ് ഗോഡ്. അപ്പം പ്രകൃതിയാൽ അല്ലെങ്കിൽ ഇന്നുള്ള യഹൂദന്മാർ, അതാ പൗലോസ് പറയുന്നത്, എഫേസ്യയിലുള്ളവരെല്ലാം ജാതികളായ മനുഷ്യരാണ്. പാരമ്പര്യ യഹൂദ വംശത്തിൽ നിന്ന് വന്നവരല്ല, അവർ ജാതികളാണ്. രക്ഷിക്കപ്പെട്ട് വന്ന ജാതികളുടെ ഇടയിൽ നിന്ന് വന്നവരാ. അവരോട് പറയാണ് പൗലോസ് പറയുക, എഫേസ്യർ 2:11 വായിച്ചേ. ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു.
ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടു. പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ വിശ്വാസത്തിലേക്ക് വന്നല്ലോ, നിങ്ങൾ യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊക്കെ ദൈവഭാഗത്ത് വന്നില്ലേ? നിങ്ങളെ ഈ യഹൂദന്മാർ നിന്ദിക്കും, ഇൻസൾട്ട് ചെയ്യും. കാരണം ഇവർ ജഡപ്രകാരം സർക്കംസിഷൻ കഴിഞ്ഞവരാണ്, പരിച്ഛേദന ഏറ്റവരാണ് ജഡപ്രകാരം. പിടിയോ? ഈ പരിച്ഛേദന ഏറ്റവരായതുകൊണ്ട് അവര് നിങ്ങളെ നോക്കിയിട്ട് പറയും, നിങ്ങൾ ജാതികളാണ്, ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ്. പിടിയോ? ഇവർക്ക് എപ്പോഴും ഒരു അഹങ്കാരമുണ്ട്. യഹൂദന്മാർക്ക്, ജഡപ്രകാരമുള്ള യഹൂദന്മാർക്ക് എപ്പോഴും ഒരു അഹങ്കാരമുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ ജനമാണെന്നുള്ള വലിയ അഹങ്കാരം ഇവരുടെ അകത്തുണ്ട്. മാത്രമല്ല ഇവർ പരിച്ഛേദനയേറ്റവരാണ്. ദൈവത്തിന്റെ കവനന്റ്, ഉടമ്പടി അവരുടെ മേലുണ്ട്. എബ്രഹാമിൽ നിന്ന് വന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം ഞാൻ പഠിപ്പിക്കാൻ പോവാ, ശ്രദ്ധിച്ച്. അതുകൊണ്ട് ഇത് അറിഞ്ഞാലേ നിങ്ങൾക്ക് അതിന്റെ മഹത്വം മനസ്സിലാവത്തുള്ളൂ. എബ്രഹാമിൽ നിന്ന് വന്നതായതുകൊണ്ട് ഇവർക്ക് ഇച്ചിരി ജാട കൂടുതലാണ്. ഇവർക്ക് ഈ ഇച്ചിരി പാരമ്പര്യമുള്ളവർക്ക് ഇച്ചിരി ജാട കൂടും. ശരിയല്ലേ ചാ? ഓ, ഞങ്ങളുടെ അപ്പച്ചൻ്റെ അപ്പച്ചൻ അല്ലേ, ഞങ്ങളുടെ വീട്ടുകാർ, ഞങ്ങളുടെ വലിയ കുടുംബക്കാർ എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ജാടയുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാർക്ക് എപ്പോഴും ഒരു ജാടയുണ്ട്. ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ എബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ സന്തതികളാണ്. നിങ്ങൾക്ക് ദൈവമായിട്ട് ഒരുവൻ, നിങ്ങൾ ആരാ? അതാണ് പൗലോസ്. അവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യും എന്ന് പറയുന്നു. താഴോട്ട് വായിച്ചേ. എന്നാൽ താഴോട്ട് വായിച്ചേ. ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും. ആ കാലത്തു നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും. ഇസ്രായേൽ പൗരതയോട് എന്ന് പറഞ്ഞാൽ being aliens from the commonwealth of Israel and strangers from the covenant of promise എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന്റെ മേൽ, യഹൂദന്റെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ അകത്തു നിന്നും നിങ്ങൾ അകന്നവരായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞത്? ദൈവം മനുഷ്യർക്ക് അനുഗ്രഹം കൊടുക്കുമ്പോൾ എബ്രഹാമിനാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞേ, ദൈവത്തിൻ്റെ ഉടമ്പടിയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം കിടക്കുന്ന എബ്രഹാമിൻ്റെ മേലാണ്. ആമേൻ. എബ്രഹാമിൽ നിന്ന് യഹൂദന്മാർ വന്നതുകൊണ്ട് യഹൂദന്മാർ എപ്പോഴും പറയും, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹം ഞങ്ങളുടെ മേലാണ് കിടക്കുന്നത്, ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും ഞങ്ങളുടെ മേലാണ് കിടക്കുന്നത്. ജാതികളെ നോക്കിയിട്ട് പറയും, നിങ്ങൾക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ല, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ മേൽ വരത്തില്ല, നിങ്ങൾ അന്യരാണ്, നിങ്ങൾ പരദേശികൾ എന്ന് പറഞ്ഞ് ഇവരെ തെള്ളി മാറ്റും. അത്രയും പിടികിട്ടിയോ? മോന് മനസ്സിലായോ മോനെ? പ്രൈസ് ഗോഡ്. അപ്പൊ എഫേസ്യ സഭയോട് പോള് പറയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വന്നതുകൊണ്ട് അവർ നിങ്ങളെ അംഗീകരിക്കത്തില്ല, യഹൂദന്മാർ നിങ്ങളെ അംഗീകരിക്കത്തില്ല. ദൈവത്തിന്റെ ജനമായി, ദൈവത്തിന്റെ മക്കളായി അവർ നിങ്ങളെ അംഗീകരിക്കത്തില്ല. അവർ നിങ്ങളെ മാറ്റി നിർത്തും, അവർ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. കാരണം നിങ്ങൾ അഗ്രചർമ്മികൾ എന്ന് പറഞ്ഞുകൊണ്ട്, പരിച്ഛേദന ഏൽക്കാത്തത് കൊണ്ട് അവർ നിങ്ങളെ മാറ്റി നിർത്തും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? ഇനി അടുത്തൊരു വാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൻ്റെ 2:11 കഴിഞ്ഞു, 2:12. ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവരും. ഇസ്രായേൽ പൗരത്വത്തോട് എന്തില്ലാത്തവർ? പറഞ്ഞേ, സംബന്ധമില്ലാത്തവർ. ഒന്നുകൂടെ പറഞ്ഞേ, സംബന്ധമില്ലാത്തവർ. ആമേൻ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്തപ്പോൾ അവിടെ പറയാൻ കാരണം നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 3:26. ഗലാത്യ ലേഖനം 3:26 മുതൽ വാക്യങ്ങൾ വായിച്ചേ.
ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ ആ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ജാതികളായിരിക്കുന്നവരോട് പറയാ, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ആരായി തീർന്നു? ദൈവത്തിന്റെ ഞാൻ എന്തിനാണെന്നറിയും ഇത്രയും കഷ്ടപ്പെട്ട്? എനിക്ക് വേണമെങ്കിൽ ചാടി മറിഞ്ഞ് നിങ്ങളെ ഒന്ന് ഫയർ ആക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് പോകാം. കാര്യം ഒത്തിരി അടുത്ത് പോയി മറിഞ്ഞിട്ട് ഒന്നും കിട്ടാതിരിക്കുന്നവരായി പലരും മുന്നിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അൺലെസ് യു നോ ദ ട്രൂത്ത്, ഇതറിയാതെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ എബ്രഹാമിൻ്റെ മേലുള്ള കവനന്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ അനുഗ്രഹം, വചനത്തിനകത്ത് കിടക്കുന്ന സകല ബ്ലെസ്സിങ്സ് എബ്രഹാമിൽ നിന്നാണ് വന്നത്. അത് കിട്ടണമെങ്കിൽ ഈ ബന്ധം അറിയണം. ഹലോ, ബന്ധം അറിയണം. ബന്ധം അറിഞ്ഞാൽ ഗുണമുണ്ടാവും. ശരിയല്ലേ പറഞ്ഞേ? ഇപ്പൊ നമ്മൾ ഒരിടത്ത് പോകുന്നു, ഒരു കാര്യം സാധിക്കാൻ പോകുന്നു. അവിടെ ഇരിക്കുന്ന വലിയ ഓഫീസറുമായിട്ട് നിങ്ങൾക്ക് വലിയ പരിചയമില്ല, പക്ഷെ എങ്ങനെയോ നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടി, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. നിങ്ങളുടെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മരുമോടെ ഉപ്പാപ്പൻ്റെ എന്തോ ബന്ധമുണ്ട്, എവിടെയോ ഒരു കണക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? 10 ദിവസം ഓഫീസിൽ കയറി ഇറങ്ങുക, കിട്ടുന്ന കാര്യം സാധിച്ച് കിട്ടുന്നില്ല, പക്ഷെ എവിടെയോ ഒരു ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബന്ധത്തെ ഉപയോഗിക്കും. 10 ദിവസം കയറി ഇറങ്ങിയത് ചിലപ്പോ ഒറ്റ ദിവസം കൊണ്ട് കയ്യിൽ കിട്ടും. ഓ, പിടികിട്ടിയില്ല. ഇത് പോരാ, ഇത് പോരാ, ഇത് പോരാ. ഹല്ലേലൂയ. 10 ദിവസം നിങ്ങൾ ഒരു ഓഫീസിൽ കയറി ഇറങ്ങി, ഞാൻ പറഞ്ഞു മനസ്സിലായോ? കാര്യം സാധിച്ചില്ല, പക്ഷെ അവസാനം ഒരു പിടി കിട്ടി. അവിടുത്തെ മെയിൻ ഓഫീസർ എൻ്റെ ഏതോ ബന്ധുവാ. ആമേൻ. നിങ്ങൾ അങ്ങനെ ബന്ധം തപ്പി തപ്പി ചെന്ന് കഴിഞ്ഞപ്പോൾ അതുവരെ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, പക്ഷേ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടി. ആ കണക്ഷനിലൂടെ 10 ദിവസം നിങ്ങൾ അധ്വാനിച്ചത് കിട്ടാത്ത ഒറ്റ ദിവസം കൂടെ കിട്ടി. ഇതാണ് വചനത്തിന്റെ തിരിച്ചറിവ്. 40 ദിവസം ഉപവസിച്ചിട്ട് കിട്ടാത്തത് ചിലത് തിരിച്ചറിഞ്ഞാൽ ഒറ്റ ദിവസം കൂടെ കിട്ടും. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ചിലര് നിലവിളിയോട് കണ്ണുനീരോട് എന്തെല്ലാം വിഷയങ്ങൾ, ഞാൻ പറയട്ടെ, ബന്ധം നീ തിരിച്ചറിഞ്ഞാൽ, ബന്ധം നീ തിരിച്ചറിഞ്ഞാൽ അസാധാരണ അത്ഭുതങ്ങൾ നടക്കും. അസാധാരണ അത്ഭുതങ്ങൾ നടക്കും. നീ ശ്രദ്ധിക്ക്. നീ അടുത്ത വാക്യം. ഓക്കെ, ക്രിസ്തുവിനോട് വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. 26. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല. പോൾ പറയാ, ജാതികളോട് പറയാ, യവനനോട് പറയാ, യഹൂദൻ അല്ലാത്തവരോട് പറയാ, നിങ്ങൾ സ്നാനമേറ്റു കഴിയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആരെ ധരിച്ചിരിക്കുന്നു? ക്ലോത്ത് ഇസ് ക്രൈസ്റ്റ്. അതിനകത്ത് യഹൂദനെന്നോ യവനനോ ഇല്ല. പിടികിട്ടിയോ? യഹൂദനെന്നില്ല, ജാതിയെന്നൊന്നും ഇല്ല അതിനകത്ത്. നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ദാസനും സ്വതന്ത്രനും എന്നില്ല. ദാസനും സ്വാതന്ത്ര്യനും എന്നില്ല. ആണും പെണ്ണും എന്നില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ഇതിനകത്ത് ആൺ പെൺ വ്യത്യാസമില്ല. വെളുത്തവനും കറുത്തവനും ചുമന്നവനും വ്യത്യാസമില്ല. യഹൂദനും യവനനും വ്യത്യാസമില്ല. ഉയർന്ന ജാതിക്കാരനും താഴ്ന്ന ജാതിക്കാരനും വ്യത്യാസമില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. യേശു ക്രിസ്തുവിനെ സ്നാനത്തിലൂടെ ധരിച്ചവരെല്ലാം, യേശുവിനെ ധരിച്ചവരെല്ലാം ക്രിസ്തുവിലൂടെ ഒന്നത്രേ. പിന്നെ താഴോട്ട്. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും. കണ്ട്, ക്രിസ്തുവിലുള്ളവരെങ്കിലോ, വായിച്ചേ, ക്രിസ്തുവിലുള്ളവരെങ്കിലോ നിങ്ങൾ ആരാണ്? എബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ.
ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. ഇസ്മയിലിന്റെ മാതാവ് ഹാഗാർ. ഓക്കെ, ഹാഗാർ മരുഭൂമിയിൽ കിടന്ന് നിലവിളിച്ചു തന്റെ കുഞ്ഞിനെ ഓർത്ത്. ദൈവം നീർവ തുറന്നു, വെള്ളം കൊടുത്തു, ജീവിപ്പിച്ചു. എന്നിട്ട് ഹാഗാറിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുക, നിന്റെ കുഞ്ഞു മരുഭൂമിയിൽ നശിച്ചു പോകത്തില്ല. കാരണം നീയല്ല വിഷയം, അവനും എബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് ഞാൻ അവനെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവനെ വർദ്ധിപ്പിക്കും. Praise God. എബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട്, എബ്രഹാം എൻ്റെ സ്നേഹിതനായതുകൊണ്ട് ഞാൻ ഇവനെ വർദ്ധിപ്പിക്കും. പക്ഷേ ഇസ്ഹാക്കിന്റെ മേൽ വരുന്നത് എബ്രഹാമിൽ നിന്നുള്ളതല്ല, ദൈവത്തിൽ നിന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? Praise God. Praise God. ഒരു ഫിസിക്കൽ ജഡപ്രകാരമുള്ള അനുഗ്രഹം ഇസ്മായിലിന്റെ മേൽ വന്നു. പക്ഷെ ദൈവത്തിലുള്ള സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് വന്നത് ആരുടെ മേലാ? ഇസ്ഹാക്കിന്റെ മേലാണ്, എബ്രഹാമിലൂടെ. Praise God. അപ്പം നമ്മൾ ഈ സ്ഥാനത്തിരുന്ന നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, ഈ സ്ഥാനത്തിരുന്ന നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ഈ ഭാഗത്തു നമ്മൾ ഈ ഭാഗത്തോട്ട് വന്നു. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു, സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞു. ഈ സ്ഥാനത്തുനിന്ന് നമ്മൾ എവിടെ വന്നു? ഈ സ്ഥാനത്തേക്ക് വന്നു. നമ്മൾ ക്രിസ്തുവിൽ വന്നു. പ്രൈസ് ഗാഡ്. ക്രിസ്തുവിനെ ധരിച്ചില്ലേ? നമ്മൾ എവിടെ വന്നു? ഇപ്പൊ നമ്മുടെ സ്ഥാനം എവിടാ? ഇവിടെ നമ്മൾ ഇരിക്കുന്നേ. അവിടെയായിരുന്നു ഞാൻ. പ്രൈസ് ഗാഡ്. പക്ഷേ യേശുവിനെ ഞാൻ ധരിച്ചപ്പോൾ ആഷ്ലി ഇവിടെ വന്നു. മനസ്സിലാകുന്നുണ്ടോ? എത്രക്കത് മനസ്സിലായി? ഹല്ലേലൂയ. അങ്ങനെ ഈ എബ്രഹാമിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ വന്നു. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. എഫേസ്യർ 2:11 വായിച്ചേ. 11 വായിച്ചേ. എഫേസ്യർ 2:11. ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. 12 വാക്യം വായിച്ചേ. 12 വാക്യം. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും. ഇസ്രായേൽ പൗരതയോട് എന്ന് പറഞ്ഞാൽ ഈ യഹൂദനുമായി ഒരു ബന്ധവും നിനക്കില്ല എന്ന് പറഞ്ഞാൽ, എബ്രഹാമിനോട് ദൈവം കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ആരുടെ മേൽ വന്നു? ഇസ്ഹാക്കിന്റെ മേൽ വന്നു. അത് എങ്ങോട്ട് വന്നു? യഹൂദന്റെ മേൽ വന്നു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് ലോകത്ത് ഒരു ചെറിയ രാജ്യമായി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരറ്റത്ത് മുതൽ മറ്റേ അറ്റം വരെ പോകാൻ 6 മണിക്കൂർ മതി. ഇസ്രായേലിന്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ യാത്ര ചെയ്യാൻ വെറും 6 മണിക്കൂർ മതി. അത്ര ചെറിയൊരു രാജ്യം, പക്ഷെ ലോകത്ത് എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന രാജ്യം. മനസ്സിലായോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. എത്രക്കത് മനസ്സിലാവുന്നുണ്ട്? എബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തു. 12 ഉൽപ്പത്തി 12:2 വായിച്ചേ. ഉൽപ്പത്തി 12:2. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, വലിയ ജാതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ കർത്താവേ. എന്നിട്ട് ഇസ്രായേൽ യഹൂദന്മാർ ചുരുക്കമാണല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണമേ. അന്ന് എബ്രഹാമിനെ ഞാൻ ഇന്നലെ അത് ധ്യാനിക്കും, എനിക്ക് വളരെ സന്തോഷം തോന്നി. അന്ന് എബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ആകാശത്തിലേക്ക് നോക്ക്, നിനക്ക് എണ്ണാൻ പറ്റുമോ നോക്കി. ഏതാണ്ട് 90 ലക്ഷം ജനങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. എൻ്റെ അറിവ് ശരിയാണ്, എനിക്ക് തെറ്റെങ്കിൽ ക്ഷമിക്കുക. കാരണം നമ്മുടെ കേരളത്തിന് അത്രയും പോലെ ജനസംഖ്യ ഇന്നില്ല അവിടെ.
പ്രൈസ് ഗാഡ്. എത്ര ഉണ്ട് നിങ്ങൾക്ക് അറിയാമോ? ആർക്കെങ്കിലും എത്ര ഉണ്ടെന്ന്? കോടിയൊന്നുമില്ല. കോടി ജനസംഖ്യകൾ ലക്ഷങ്ങളേ ഉള്ളൂ അവിടെ ജനസംഖ്യ, ലക്ഷങ്ങളേ ഉള്ളൂ ജനസംഖ്യ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ 3 കോടി അല്ലേ, കോടിയിലകത്ത് കേരളത്തിലുണ്ട്. ഇതിൻ്റെ എത്രയോ ചെറിയ സംഖ്യയാണ് അവിടുത്തെ ജനം. പ്രൈസ് ഗാഡ്. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് വാക്തത്വം കൊടുത്തത്? അപ്പം എബ്രഹാമിനോട് എണ്ണാൻ പറ്റുമെന്നെങ്കിൽ എബ്രഹാം ഇങ്ങനെ എണ്ണി നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പം കർത്താവ് ഇന്നലെ ഞാൻ ആ ഭാഗം ചിന്തിക്കുമ്പോൾ കർത്താവ് എന്നെ പറഞ്ഞു, മോനെ, ലോക സ്ഥാപനത്തിനു മുമ്പല്ലേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. അപ്പം ആ നക്ഷത്രങ്ങളെ കൂട്ടത്തിൽ നീ ഉണ്ടായിരുന്നോ? ആ നമ്പറിൽ നീ ഉണ്ടായിരുന്നു. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ജഡപ്രകാരം ജാതിയിലാ ജനിച്ചെങ്കിലെങ്കിലോ എബ്രഹാം അന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ എണ്ണാൻ തുടങ്ങിയില്ലേ? എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഞാൻ നിന്റെ സന്തതിയാക്കുമെന്ന്. അതിൽ നീ ഉണ്ടായിരുന്നു, നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പകലിവിടെ ഇരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു. അടുത്തെന്താ? ഞാൻ നിന്റെ പേര് വലുതാക്കും. ഞാൻ നിന്റെ പേര് വലുതാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചേ, യഹൂദനെ അറിയാത്ത ഏതെങ്കിലും മനുഷ്യർ ഈ ഭൂമി കാണുമെന്ന്? ഇസ്രായേലിനെ അറിയാത്ത ആരെങ്കിലും കാണുമെന്ന്? ഒന്ന് ചിന്തിച്ചേ. ചെറിയ രാജ്യം, വളരെ ചെറിയ രാജ്യം. നമ്മുടെ കേരളത്തിന് 1-2 ജില്ല എടുത്താൽ അത്ര ഉള്ളത്. ചെറിയ രാജ്യം, പക്ഷേ ലോകം ഉറ്റുനോക്കുന്ന രാജ്യം. കണ്ടോ? ലോകത്തിലെ നോബൽ പ്രൈസ് വിന്നേഴ്സ്, നോബൽ സമ്മാനങ്ങൾ മേടിച്ചതിൽ ഏറ്റവും കൂടുതൽ യഹൂദന്മാരാണ് മേടിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ യഹൂദന്മാരാണ് മേടിച്ചിരിക്കുന്നത്. യഹൂദന്മാരെ പോലെ സൈനിക, അവർക്ക് അവരുടെ സൈനിക ടെക്നോളജി ഇപ്പം തന്നെ അയൺ ബീം അല്ലേ, അത് കഴിഞ്ഞ് ഇപ്പം തന്നെ ലേസർ ടെക്നോളജി ഇപ്പം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആമേൻ. ഇതുപോലുള്ള സംവിധാനമുള്ള, ഇത്രയും കണ്ടുപിടുത്തങ്ങളുള്ള, ഇത്രയും സൈനിക ആൾബലമല്ല, ടെക്നോളജിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യം വേറൊന്നുമില്ല. 35-36 ശത്രു രാജ്യങ്ങളെ ചുറ്റും കിടക്കണം എന്ന് ഓർത്തോണം. ഇവരെക്കാളിലും എത്രയോ മടങ്ങ് ജനസംഖ്യയുള്ള. കഴിഞ്ഞ ദിവസം അവർ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇറാൻ്റെ പട്ടാളവും ഇവരുടെ പട്ടാളത്തിൻ്റെ ആൽബലം കൂടെ നോക്കി കഴിഞ്ഞാൽ ഇവരുടെ പട്ടാളം അവരുടെ മുമ്പിൽ ഒന്നുമല്ല. പക്ഷെ ഇറാനൊന്നും ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ എക്കണോമിയെ പോലും, അമേരിക്കൻ എക്കണോമിയെ പോലും നിയന്ത്രിക്കുന്ന യഹൂദനാണ്. എന്താ കാരണം? എബ്രഹാമിന്റെ സന്തതിയായിട്ട് വന്നതുകൊണ്ടാണ്. എത്രക്കത് പിടികിട്ടുന്നുണ്ട്? എത്രക്കത് മനസ്സിലാകുന്നുണ്ട്? ആരൊക്കെ ഏതൊക്കെ നിലയിൽ നോക്കി തോൽപ്പിക്കുവാൻ, പക്ഷെ സാധിച്ചില്ല. ഏതൊക്കെ നിലയിൽ നോക്കി പരാജയപ്പെടുത്തുവാൻ. യഹൂദന്റെ ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇസ്രായേൽ ഹിസ്റ്ററി നോക്കിയാൽ കാണാൻ സാധിക്കും. ഞാൻ ഇതൊക്കെ കേൾക്കാറുണ്ട്, ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അടുത്ത വാക്യം എന്താ കർത്താവ് പറഞ്ഞത്? എബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വം എന്താ? നിന്റെ പേര് വലുതാക്കും. അത് ഇന്ന് പേര് വലുതാക്കും. അടുത്ത അഗ്രികൾച്ചർ നിങ്ങൾ നോക്ക്. അഗ്രികൾച്ചറിൽ, കൃഷിയിൽ ലോകത്തിൽ ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും ഇസ്രായേലാണ്. ആമേൻ. ഓക്കെ, നിന്റെ പേര് വലുതാക്കും. അടുത്ത, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഇനി ശ്രദ്ധിക്കണം, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. തീർച്ചയായിട്ടും ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ടെക്നോളജി, ഇതിൻ്റെയൊക്കെ പിന്നിൽ യഹൂദനാണ്, ഇസ്രായേലാണ്. ഇപ്പം ഞാൻ എൻ്റെ അറിവനുസരിച്ച് നമ്മുടെ രാജസ്ഥാനിലുള്ള താർ മരുഭൂമിയിൽ പോലും കൃഷി ചെയ്യാൻ തുടങ്ങി ഇന്ത്യ. ആരാണ് ആ ടെക്നോളജി കൊടുത്തത്? ഇസ്രായേലാണ്. നമ്മുടെ സംസ്ഥാനത്ത് പോലും ചില 1-2 വർഷം മുമ്പ് മന്ത്രി ഉൾപ്പെടെ
ആളുകൾ ഇസ്രായേലിൽ പോയി കൃഷി പഠിക്കാൻ. Amen. പ്രൈസ് ഗോഡ്. Hallelujah. ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ട് ഇസ്രായേലിലൂടെ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞു, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. ഇന്ന് ഈ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ പലതും ഈ പ്രത്യേകിച്ച് മലയാളികളോട് ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ ഈ മലയാളി ചാനലിലൂടെ ഇസ്രായേൽ വാർത്തകൾ കേൾക്കാറില്ല. കാരണം എൻ്റെ അടിസ്ഥാനം തിരുവചനമാണ്, മനുഷ്യൻ പറയുന്നതല്ല. ഇന്ന് നമ്മുടെ നല്ല ശതമാനം ചാനലുകൾ ഇസ്രായേലിനെതിരാണ്. പല പോസ്റ്റുകൾ ഇസ്രായേലിനെതിരാണ് വരുന്നത്. പക്ഷെ അതിന് യാഥാർത്ഥ്യം അറിയണമെങ്കിൽ വേറെ പല ചാനലുകളുണ്ട്, അവിടെ ചെല്ലണം. അവർ വ്യക്തമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മളീ കാണുന്ന പോലൊന്നും അല്ല. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആമേൻ. ഇസ്രായേലിൽ സുരക്ഷിതമായി ജീവിക്കുന്ന ഇഷ്ടക്കണക്കിന് മുസ്ലിംസ് ഉണ്ട്, അതിനകത്ത് മുസ്ലിംസ് ഉണ്ട്. അവരെ ആരെയും അവർ ദ്രോഹിക്കാറില്ല. ഏറ്റവും നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് ഡെമോക്രസിയുള്ള രാജ്യമാണ് ഇസ്രായേൽ. നിങ്ങൾക്ക് അറിയാത്തതാ. പല മതങ്ങളും പല ജാതികളും. ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ മുസ്ലിങ്ങൾ അവരുടെ ഇടയിൽ പാർക്കുന്നുണ്ട്, ഇഷ്ടം പോലെ, വളരെ സുരക്ഷിതമായി പാർക്കുന്നുണ്ട്. അവരെ ആരെയും അവർ ദ്രോഹിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ഇതിൻ്റെ പിന്നിലുള്ള ടെററിസത്തെ അവർ ഫൈറ്റ് ചെയ്യും, നിങ്ങൾക്കറിയാം. പക്ഷേ ഒരിക്കൽ പോലും ഇസ്രായേലിനെതിരെ ഒരു പോസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യരുത്. ഞാൻ നിങ്ങളോട് പറയാം, ശാപം കയറും നിൻ്റെ വീട്ടിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചർച്ചിലുള്ള അറിവില്ലായ്മയിലാണ് ഒരു വ്യക്തി ഇസ്രായേലിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ആരോ അയച്ചു കൊടുത്തതായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ശപിക്കപ്പെട്ടു പോകും. ഒരിക്കലും ഇസ്രായേലിനെതിരെ സംസാരിക്കരുത്. കാര്യം എബ്രഹാമിന്റെ വാഗ്ദത്തം അവരുടെ മേലുണ്ട്. ദൈവം എബ്രഹാമിനെ ഓർക്കും. പ്രൈസ് ഗോഡ്. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. ആമേൻ. അതുകൊണ്ട് ബൈബിളിൽ പറയുന്ന യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നീ അനുഗ്രഹിക്കപ്പെടും. നീ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുക, നീ അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം തരികയാണ്. ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഞങ്ങൾ പോയതാണ്. ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക, നീ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ഗോഡ്. ഇനി എവിടെ നിൽക്കട്ടെ. അവിടെ എഫേസ്യ ലേഖനത്തിൽ പറയാണ്, നിങ്ങൾ എബ്രഹാമിന്റെ വാഗ്ദത്തത്തിൽ നിന്നും ഈ പൗരത്വത്തിൽ നിന്നും അന്യരും പരദേശികളായിരുന്നു. പക്ഷെ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ, നിങ്ങളെ സ്നാനപ്പെട്ടപ്പോൾ, നിങ്ങൾ എബ്രഹാമിന്റെ ലീനിയേജിലേക്ക് വന്നു, എബ്രഹാമിന്റെ വംശാവലിയിലേക്ക് വന്നു. ഹല്ലേലൂയ. യഹൂദന്റെ മേലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ വരാൻ തുടങ്ങി. കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എല്ലാ വാക്യങ്ങളും വായിച്ച് ഞാൻ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും 12-ാം വാക്യം എഫേസ്യർ 2:12 ആംപ്ലിഫൈഡ് ക്ലാസിക് പതിപ്പ് ഒന്ന് എടുക്കാൻ പറ്റുമോ? മീഡിയ ടീം ആംപ്ലിഫൈഡ് ക്ലാസിക് എഡിഷൻ ഒന്ന് എടുത്തേ. ക്ലിയറായി ഞാൻ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാം ക്ലിയർ ആക്കി എടുക്കണം ഇത്. പ്രൈസ് ഗോഡ്. ആംപ്ലിഫൈഡ് ക്ലാസിക് പതിപ്പ് എഫേഷ്യൻസ് 2:12. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ സമയത്ത് നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടിരുന്നു, അവനിലുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ഒരു ജനത എന്ന നിലയിൽ ഇസ്രായേലിന്റെ അവകാശങ്ങൾ നിങ്ങൾ പൂർണ്ണമായി അകന്നുപോയി. കണ്ടോ, ഇസ്രായേലിന്റെ അവകാശം. എഫേസ്യർ 2:12 ഒരു പുതിയ ആംപ്ലിഫൈഡ് വേർഷൻ, ക്ലാസിക് വേർഷനാണ് ഞാൻ ഈ പറയുന്നത്. ആ അർത്ഥം കുറെ കൂടെ അത് വിപുലീകരിച്ച് അവർ പറയാം അതിനകത്ത്. ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ കരാറുകളെ കുറിച്ച്, അവൻ്റെ ഉടമ്പടികളെ കുറിച്ച് അറിവോ അവകാശമോ ഇല്ലാത്ത, വാക്തത്വത്തിന്റെ പവിത്രമായ കരാറുകളിൽ പങ്കില്ലാത്ത അപരിചിതരായിരുന്നു നിങ്ങൾ. ആ വാക്യം ഒന്ന് വായിച്ചേ. ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ അതൊന്ന്? ആ സമയത്ത് നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടവരായിരുന്നു. ഏതാ ജാതികളായിരുന്നപ്പോ? പ്രൈസ് ഗോഡ്. വേർപെട്ടവരായിരുന്നു. ഒരു ജനത എന്ന നിലയിൽ ഇസ്രായേലിന്റെ അവകാശങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നവരും നിയമവിരുദ്ധമായിരുന്നു. ദൈവത്തിന്റെ കരാറുകളെ കുറിച്ച്, അവന്റെ ഉടമ്പടികളെ കുറിച്ച് അറിവോ അവകാശമോ ഇല്ലാതെ. കണ്ടോ, ദൈവത്തിന്റെ കരാറ് ആരുമായിട്ട്? എബ്രഹാമുമായിട്ടുള്ള കരാർ,
ഉടമ്പടിയെ കുറിച്ച് ഒരു അറിവില്ലാത്തവരായിരുന്നു നമ്മൾ. താഴട്ടെ. വാഗ്ദത്തത്തിന്റെ പവിത്രമായ കരാറുകളിൽ പങ്കാളികളല്ലാത്ത അപരിചിതരായിരുന്നു, അറിവില്ലായിരുന്നു. നിങ്ങൾക്ക് ഒരു പ്രത്യാശയും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കൊരു പ്രത്യാശയും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ദൈവമില്ലാതെ ലോകത്തിലായിരുന്നു. നിങ്ങൾ ദൈവമില്ലാത്ത ലോകത്തിലായിരുന്നു. കണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത നിങ്ങൾക്ക് അത്രയും പിടികിട്ടിയോ? ഈ കരാറിനെ കുറിച്ച് ഒരു അറിവ് നിങ്ങൾക്കില്ല, ജാതികളായിരുന്നു. ഒരു ഉടമ്പടിയെ കുറിച്ച് ഒരു അറിവില്ല, ജാതികളായിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ 13-ാം വാക്യം വായിച്ചേ. 13-ാം വാക്യം. മുമ്പേ ദൂരസ്ഥരായിരുന്നു. ഇസ്രായേൽ പൗരത്വമായിട്ടൊരു ബന്ധമില്ല, യഹൂദനുമായി ഒരു ബന്ധവുമില്ല. യഹൂദന്റെ ശത്രുവായിരുന്നു നമ്മൾ. യഹൂദനുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല, യഹൂദന്റെ ശത്രുവായിരുന്നു. പക്ഷെ നിങ്ങളെ ദൈവം ദൂരസ്ഥരായിരുന്ന നിങ്ങളെ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ നമ്മൾ കണ്ടോ? ക്രിസ്തുവിന്റെ രക്തത്താൽ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിലൂടെ നീ യഹൂദന്റെ അവകാശത്തിലേക്ക് പ്രവേശിച്ചു. യഹൂദനായി നീ മാറി. ആക്ച്വലി എത്ര മനസ്സിലാവുന്നുണ്ട്? എബ്രഹാമിന്റെ സന്തതിയായി നീ മാറി. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കിയെന്ന് കണ്ടോ? മറ്റേ യഹൂദന്മാർ പറയും ഞങ്ങളാണ് ദൈവത്തിന്റെ മക്കൾ, ഞങ്ങള് ദൈവത്തിന്റെ ജനം. നിങ്ങൾ ജാതികൾ, നിങ്ങൾ കൊള്ളാത്തവർ, നിങ്ങൾ ദൈവത്തിന് അകന്ന് ജീവിക്കുന്നവർ. ഇപ്പൊ യേശു ക്രിസ്തു വന്ന് എന്ത് ചെയ്തോ? രണ്ടുപേരും ഒന്നാക്കി. യഹൂദൻ പറഞ്ഞ സകല അവകാശങ്ങൾ ഇപ്പൊ നമുക്കായി. ധൈര്യത്തോട് പറയാ, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ആമേൻ. ഞാൻ എബ്രഹാമിന്റെ സന്തതിയാണ്. എബ്രഹാമിന്റെ മേലുള്ള എല്ലാ ദൈവിക കരാറുകൾ, ആമേൻ, നിനക്ക് മാത്രമല്ല. യഹൂദനെ നോക്കി പറയാം, നിനക്ക് മാത്രമല്ല, ഇത് എന്റെ മേൽ വന്നു കഴിഞ്ഞു. യഹൂദന്റെ ശ്രദ്ധിക്കുക, വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. യഹൂദന്റെ മേലുള്ള ദൈവത്തിന്റെ എല്ലാ കരാറുകളും ആരുടെ മേൽ വന്നു കഴിഞ്ഞു? നമ്മുടെ മേൽ വന്നു കഴിഞ്ഞു, എന്റെ മേൽ വന്നു കഴിഞ്ഞു. നീ യഹൂദൻ അഹങ്കരിക്കാനൊന്നുമില്ല. യഹൂദൻ വന്നിട്ട് പറയാ ഞങ്ങളാണ് ദൈവത്തിന്റെ ജനം എന്ന് പറഞ്ഞാൽ അവന് ഞാൻ പറയും നിങ്ങൾ മാത്രമല്ല, ഞാൻ ദൈവത്തിന്റെ ജനമാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ആരിലൂടെ? ക്രിസ്തുയേശുവിലൂടെ. പ്രൈസ് ഗാഡ്. ഇനി അടുത്തതായിട്ട് വെച്ച വേഗത്തിൽ. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. വേർപാട് എന്ന് പറഞ്ഞാൽ അതിന്റെ സെപ്പറേഷൻ. യഹൂദനും ജാതികളും തമ്മിലുള്ള സെപ്പറേഷൻ. ആ മതിലിനെ ദൈവം ഉടച്ചു കളഞ്ഞു. യേശുവിനെ ഉടച്ചു കളഞ്ഞിട്ട് ഒന്നാക്കി മാറ്റി. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഓരോ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരൂപിപ്പാനും. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബാക്കി വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക. പ്രൈസ് ഗാഡ്. ഇത്രയ്ക്ക് സന്തോഷമുണ്ട്. ഓക്കെ. അപ്പൊ ഈ വാക്തത്വങ്ങൾ 2-3 കാര്യങ്ങൾ ഒന്ന് തൊട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗാഡ്. നമുക്ക് ഒരു വചനത്തിലേക്ക് നമ്മൾ പോവുകയാണ് വേഗത്തിൽ. അതിന്റെ ഒരു കാര്യം ചെയ്യും. എഫേസ്യർ 2:19 ഒന്ന് വായിച്ച് നിർത്താം. എഫേസ്യർ 2:19 ഒന്ന് വായിച്ചേ. ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. കണ്ടോ? ആകയാൽ നിങ്ങൾ ഇനിയും അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ. അതിന് ആംപ്ലിഫൈഡ് ക്ലാസിക് പതിപ്പ് ഒന്ന് വായിച്ചേ. വേഗത്തിലെടുത്ത്. എഫേസ്യൻസ് 2:19 ആംപ്ലിഫൈഡ് ബൈബിൾ ക്ലാസിക് എഡിഷൻ. ആംപ്ലിഫൈഡ് ബൈബിൾ ക്ലാസിക് എഡിഷൻ. അതിനാൽ നിങ്ങൾ ഇനി പുറത്തുള്ളവരല്ല, പ്രവാസികളും കുടിയേറ്റക്കാരും പരദേശികളും പ്രവാസികൾ, കുടിയേറ്റക്കാർ, പരദേശികളും പൗരന്മാരുടെ അവകാശികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരും. എന്നാൽ നിങ്ങളിപ്പോൾ വിശുദ്ധന്മാരായി ദൈവത്തിന്റെ സ്വന്തം ജനം, സ്വയം സമർപ്പിക്കപ്പെട്ടവരും അവനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരും പൗരത്വം പങ്കിടുന്നു. ഈ പൗരത്വം എന്ന് പറഞ്ഞാൽ നേരത്തെ ഏത് പൗരത്വത്തെ കുറിച്ച് നമ്മൾ വായിച്ചത്? ഇസ്രായേൽ പൗരത്വം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ കയ്യിൽ ഈ
ഈ ഇസ്രായേലിന്റെ പാസ്പോർട്ടില്ല, ഇന്ത്യൻ പാസ്പോർട്ടാണ് കയ്യിലിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു പൗരത്വം സ്വർഗത്തിൽ നിന്ന് കിട്ടി. ആമേൻ. ഇസ്രായേലിന്റെ പൗരത്വം എന്ന് പറഞ്ഞാൽ എബ്രഹാമിന്റെ സന്തതി എന്ന അവകാശം നമുക്ക് കിട്ടി. അതാണ് ആ വാക്യം. പ്രൈസ് ഗാഡ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ 2-3 വാക്തത്വങ്ങൾ പറഞ്ഞ് നിർത്താൻ പോവാം. ആവർത്തനം 28 അതിലൊന്നാം വാക്യം ഒന്ന് വായിക്കാം. ആവർത്തനം 28 അതിലൊന്നാം വാക്യം വായിച്ചേ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് എബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാക്തത്വമാണ്. എബ്രഹാമിന്റെ സന്തതിയോടുള്ള ഒരു വാക്തത്വമാണ്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഒന്നാമത്തെ വാക്തത്വം, നിന്റെ ദൈവമായ യഹോവ നീ എന്നെ പ്രമാണിച്ചു നടന്നാൽ, ഈ വചനങ്ങളൊക്കെ പ്രമാണിച്ച് നീ നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ ജാതികൾക്കും മീതെ ഉന്നതനാക്കും. സർവകർക്കും മീതെ ഉന്നതനാക്കും. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞു. ആമേൻ. ആമേൻ. സന്തോഷത്തോടെ കൊണ്ട് പറയണം. യോഹന്നാൻ 14:21 അതെങ്ങനെ സംഭവിക്കും? 2-3 വാക്യങ്ങൾ വായിക്കും. യോഹന്നാൻ 14:21. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. എന്നെ തന്നെ വെളിപ്പെടുത്തും. കണ്ടോ, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക. പറഞ്ഞ ഒബീഡിയൻസ്, അനുസരിക്കുക. ദൈവവചനത്തെ അനുസരിക്കുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ എന്നെ തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കും. എന്നെ തന്നെ. അടുത്ത ആംപ്ലിഫൈഡ് ക്ലാസിക് വേർഷനിൽ ഇങ്ങനെ പറയുന്നത്, ആമേൻ, I will let myself be clearly seen by him and myself make real to him. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അവന് വ്യക്തമായി കാണിക്കും, അവൻ എന്നെ തന്നെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും. പ്രൈസ് ഗാഡ്. ഇനി അടുത്ത ഇതിലേക്ക് ഒന്ന്, ഭൂമിയിൽ ഉന്നതനാക്കും. അതുപോലെ യേശു പറയാണ്, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നാൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും, മാനിഫെസ്റ്റ് ചെയ്യുമെന്ന്. പ്രൈസ് ഗാഡ്. സമയം എടുക്കണം ആ ഭാഗം പറയാൻ. ഓക്കെ, ഇനി അടുത്ത വാക്യം, അടുത്ത ഇതിലേക്ക് പോവാം. 23-ാം വാക്യം. എന്താ 23-ാം വാക്യം? യോഹന്നാൻ 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവും അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടി വാസം ചെയ്യും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടി എന്ത് ചെയ്യും? വാസം ചെയ്യുമെന്ന്. എത്രക്ക് സന്തോഷമുണ്ട്. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന നമ്മളോടുള്ള ദൈവത്തിന്റെ വാക്തത്വമാണ്. യേശുവിൽ വന്ന നമ്മളോടുള്ള ദൈവത്തിന്റെ വാക്തത്വമാണ്. ആമേൻ. നമ്മോടുകൂടെ വന്ന് വാസം ചെയ്യും. ആര് വാസം ചെയ്യും? ദൈവം. സന്തോഷമുണ്ടോ ഇന്ന് പകൽ? എബ്രഹാമിന്റെ സന്തതിയെ ദൈവം പറയാ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, മോശയുടെ നേതൃത്വത്തിൽ ജനം മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് സീനായി പർവ്വതത്തിൽ വെച്ച് പറഞ്ഞു, നീ ഒരു കൂടാരം ഉണ്ടാക്കണം. എന്തിനു വേണ്ടിയാ? എനിക്ക് വന്ന് നിങ്ങളുടെ ഇടയിൽ പാർക്കാൻ. പ്രൈസ് ഗാഡ്. ഇന്ന് ദൈവം പറയാ, അതേ ദൈവം പറയാ, എനിക്ക് നിങ്ങളോടുകൂടെ പാർക്കണം. നിങ്ങൾ എന്നെ ഒന്ന് അനുസരിച്ചാൽ, നിങ്ങൾ എന്റെ വചനത്തെ അനുസരിച്ചാൽ, നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ പാർക്കും, നിങ്ങളുടെ കൂടെ ഇരിക്കും. ഇത്രക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എത്ര വലിയ വാക്തത്വമാണ് ദൈവം തന്നത്. പ്രൈസ് ഗാഡ്. എന്റെ കൂടെ വസിക്കുന്ന ദൈവം. പറഞ്ഞ വസിക്കുന്ന ദൈവം. ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ ദൈവം ഉണ്ടാവും. ഞാൻ ഒറ്റക്കല്ല. ഞാൻ കാറിൽ കയറുമ്പോൾ ദൈവം എന്റെ കൂടെ ഉണ്ടാവും. ആമേ. വിമാനത്തിൽ കയറുമ്പോൾ ദൈവം എന്റെ കൂടെ ഉണ്ടാവും. വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവം എന്റെ കൂടെ ഉണ്ടാവും. ഞാൻ എവിടെല്ലാം പോയാൽ ആര് കൂടെയുണ്ട്? ദൈവം എന്റെ കൂടെയുണ്ട്. പുറപ്പാട് 15:26 വേഗത്തിൽ വായിക്കാം. പുറപ്പാട് 15:26. പുറപ്പാട് 15:26 വേഗത്തിൽ വായിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക്. ഇനി ഞാൻ 2-3 വാക്യങ്ങളാണ് വായിക്കുന്നത്. ദൈവത്തെ അനുസരിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ്. എബ്രഹാമിനുള്ള വാക്തത്വം ഇത്. എബ്രഹാമിന്റെ സന്തതിയോടുള്ളതാ. കിട്ടുന്ന എന്തൊക്കെയാണ്? വേഗത്തിൽ വായിച്ചേ. 15:26 എക്സോഡസ് 15:26.
നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചെയ്തു. സന്തോഷമുണ്ട്. എബ്രഹാമിന്റെ സന്തതിയോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. നിന്റെ കൂടെ ഇരിക്കുക മാത്രമല്ല, ഒരു വലിയ പ്രോമിസ് നിന്റെ മേൽ തന്നിട്ടുണ്ട്. എന്താണ്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പുറപ്പാട് 15:26. പുറപ്പാട് 15:26. ഇതൊക്കെ നോട്ട് ചെയ്ത് ഇടുന്ന എപ്പോഴും നല്ലതാണ് കേട്ടോ. ഇതൊക്കെ കത്തണ്ടത്, നിങ്ങളുടെ ഉള്ളു കത്തണം. ആമേ, ഒരു അസ്വസ്ഥത വരുമ്പോൾ നീ ഈ വചനം കൊണ്ട് എടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞ, കർത്താവേ, ഞാൻ എബ്രഹാമിന്റെ സന്തതിയാ, അങ്ങയുടെ വാഗ്ദത്തമുണ്ട്, അങ്ങനെ സൗഖ്യമാക്കുക. അടുത്ത പുറപ്പാട് 15:26 വായിച്ചേ. സെയിം വാക്യം തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ വായിച്ചത്. സോറി നമ്മളത് വായിച്ചായിരുന്നല്ലേ? പുറപ്പാട് 23:25 വായിച്ചേ. പുറപ്പാട് 23:25. താങ്ക് യു. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. അടുത്ത, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. വചനം കണ്ടോ? ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞ, വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞ, വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞ അകറ്റിക്കളയും, അകറ്റിക്കളയും, അകറ്റിക്കളയും. ഇന്ന് പറയണം, ഞാൻ എബ്രഹാമിന്റെ സന്തതിയാ. യേശു ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തുവിലൂടെ ഞാൻ എബ്രഹാമിന്റെ സന്തതിയാ. എന്റെ വീടിനകത്ത് ഒരു രോഗം കാണത്തില്ല. വീടിനകത്ത് നീ പറയണം, അമ്മേ, എന്റെ മേൽ ദൈവത്തിന്റെ കരാറ് കിടപ്പുണ്ട്, ഉടമ്പടി കിടപ്പുണ്ട്, ഉടമ്പടി കിടപ്പുണ്ട്, കരാറ് കിടപ്പുണ്ട്. എത്രക്ക് സന്തോഷമുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, 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 ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ആഴ്ച എൻ്റെ ലൈഫിൽ നടന്നൊരു ടെസ്റ്റ് മണി ഒന്ന് പറയാം. ഞാനിത് പറയാതിരുന്നതാ, വേണ്ടാന്ന് വിചാരിച്ച, എന്നാലും ഓർത്ത് ഇത് പറയാതിരിക്കുന്നത് എങ്ങനെ. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഭയങ്കര കൂടുതലാണ്. സാധാരണ സ്ഥിരമായി ചെയ്യുന്ന ലാബിലാണ്, സ്ഥിരമായി എല്ലാ കൂടുതൽ ഞങ്ങൾ ചെയ്യുന്ന ലാബിലാണ്. ഞാൻ സ്വീറ്റിയും അറിയപ്പെടുന്നൊരു ലാബാണ്. ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് 7 ആണ് എൻ്റെ തൈറോയ്ഡ് എന്ന് ഡോക്ടർ കണ്ടുപിടിച്ചു. ഡോക്ടറിന് മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, പാസ്റ്ററെ, ഇനി മെഡിസിൻ എടുക്കേണ്ട വരുമല്ലോ. ഞാൻ ചോദിച്ചേ, ഞാൻ ഓർത്ത് വല്ലതും 10 ദിവസം 15 ദിവസം. ഡോക്ടർ, നീ ജീവിതകാലം മൊത്തവും എടുക്കേണ്ട വരും. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, അത് നടക്കുന്ന കാര്യമല്ല. എൻ്റെ മനസ്സിൽ എനിക്കിങ്ങനെ പറയാ. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, എൻ്റെ ശരീരം കർത്താവിൻ്റെ ശരീരം. പെട്ടെന്ന് ഡോക്ടർ 6 മാസം മുമ്പുള്ള റിപ്പോർട്ട് നോക്കിയാൽ പറഞ്ഞു, ഇത്രയും വരാനൊരു ചാൻസും ഇല്ല. പിന്നെ ഇതെന്താ ഇങ്ങനെ? ഡോക്ടർ പെട്ടെന്ന് അപ്പോൾ ഈ സ്ഥിരം എടുക്കുന്ന ലാബിൽ ഞാൻ അന്ന് രാവിലെ ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ എടുത്തതേ. അവിടെ നീ എടുക്കുന്ന സമയത്ത് ഹോളി സ്പിരിറ്റ് പറയുന്നുണ്ട്, നീ ഒന്നുകൂടെ വേറെ എടുക്കണം. പക്ഷെ ഞാൻ ഓർത്ത്, ഇത് സ്ഥിരം ഈ റിപ്പോർട്ടാണ് ഞാൻ സ്വീറ്റിംഗ് കൊണ്ട് കാണിക്കുന്ന ഡോക്ടറിന്, ഈ ലാബിൽ നിന്ന് എടുക്കുന്ന, അതുകൊണ്ട് കുഴപ്പം തെറ്റാനൊന്നും ചാൻസ് ഇല്ലെന്ന് ഞാൻ ചിന്തിച്ചേ. പെട്ടെന്ന് എൻ്റെ ഡോക്ടറിനോട് പറഞ്ഞു, പാസ്റ്റർ കാര്യം ചെയ്യും, വേറൊരു ലാബിൽ ചെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു.
അന്ന് രാത്രി ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, Amen. എന്റെ ശരീരം ദൈവത്തിന്റെ ആലയം. Amen. Praise God. Amen. Praise God. Hallelujah. ഈ വചനങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ഹല്ലേലൂയ. Amen. രോഗങ്ങളെ നിങ്ങളുടെ നടുവിൽ നിന്ന് അകറ്റിക്കളയുന്നു. Amen. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്നു. Amen. Praise God. Hallelujah. ആ ദൈവം എന്നിൽ വസിക്കുമ്പോൾ Amen. ഈ രോഗങ്ങൾക്കൊന്നും എന്റെ ശരീരത്തിൽ വാഴുവാൻ സാധിക്കത്തില്ല. Hallelujah. അടുത്ത ദിവസം ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേണ്ട് എല്ലാം നോർമല്ല, Amen. ഒരു കുഴപ്പമില്ല. Amen. എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പാഷന് ശരീരത്തിന് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോവും. Amen. ആമേൻ. Hallelujah. എത്രക്ക് സന്തോഷമുണ്ട്. Hallelujah. ആമേൻ. Amen. ആമേൻ. എബ്രഹാമിന്റെ സന്തതിയെ Yes. Amen. നീ ധൈര്യത്തോട് പറയണം. Hallelujah. നീ ധൈര്യത്തോട് പറയണം. Hallelujah. നീ ധൈര്യത്തോട് പറയണം. Amen. അത് രസം. 2 ദിവസം ഞാൻ നോക്കിയപ്പോ BP കൂടുതല്. എന്റെ വൈഫിനോട് പറഞ്ഞു, ചേച്ചാ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇന്നലെ പോയി BP ചെക്ക് ചെയ്യുന്നപ്പോ എല്ലാം നോർമലാണ്. Praise God. Hallelujah. എല്ലാം നോർമലാണ്. Amen. എല്ലാം നോർമലായി മാറി. Amen. ഞാൻ ഇന്ന് പകൽ പറയട്ടെ, ഹല്ലേലൂയ. Hallelujah. നമ്മളെ സൗഖ്യമാക്കുന്ന യഹോവ. Amen. വചനത്തിൽ എന്താണ് 3 യോഹന്നാൻ 2 വാക്യത്തിൽ കിടക്കുന്ന എന്താ? 3 യോഹന്നാൻ 2 വാക്യം ശ്രദ്ധിച്ച. 3 യോഹന്നാൻ 2 വാക്യം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ ആ. നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായി സുഖമായിരിക്കണം എന്ന് പറഞ്ഞാൽ യു ഷാൽ ബി ഇൻ ഗുഡ് ഹെൽത്ത് എന്ന. ഞാൻ ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ വായിക്കുന്നത്. ഇത് ഞാൻ സ്ഥിരം പറയുന്ന വാക്യമാണ് നമ്മുടെ ചർച്ചയിൽ. നിങ്ങൾ സകലത്തിലും ശുഭമായി സുഖമായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബി ഇൻ ഗുഡ് ഹെൽത്ത്. നീ നല്ല ആരോഗ്യത്തിലായിരിക്കണം. പറഞ്ഞ ആരോഗ്യത്തിൽ, നല്ല ആരോഗ്യത്തിൽ, എല്ലാം പറഞ്ഞ് നല്ല ആരോഗ്യത്തിൽ, നല്ല ആരോഗ്യത്തിൽ, നല്ല ആരോഗ്യത്തിലായിരിക്കണം, നല്ല ആരോഗ്യത്തിൽ, നല്ല ആരോഗ്യത്തിലായിരിക്കണം, നല്ല ആരോഗ്യത്തിലായിരിക്കണം. Praise God. Amen. Hallelujah. Praise God. 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 Hallelujah. നിന്റെ ശരീരത്തിൽ ഒരു അസുഖം കാണരുത്. Amen. ഞാനത് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. Hallelujah. ഞാൻ എല്ലാ ദിവസവും പറയും, എന്റെ ശരീരത്തിനകത്ത് Amen. ഒരു രോഗത്തിനും നിൽക്കാൻ പറ്റത്തില്ല. Hallelujah. കാരണം ഉയർത്തി ഹല്ലേലൂയ. Hallelujah. കാരണം ഞാൻ എബ്രഹാമിന്റെ സന്തതിയാ. Amen. വാഗ്ദത്തം കിടപ്പുണ്ട്. Amen. വാഗ്ദത്തം കിടപ്പുണ്ട്. Amen. രോഗങ്ങളെ അകറ്റിക്കളയുമെന്ന്, Amen. സൗഖ്യമാക്കുമെന്ന്. Hallelujah. എത്രയൊക്കെ സന്തോഷമുണ്ട്. കാരണം ഉയർത്തി ഹല്ലേലൂയ. Hallelujah. ഓ ജീസസ്. ഇനി അടുത്തൊരു വാക്യത്തിലേക്ക് പോവുക. അടുത്തൊരു വാക്തത്വങ്ങൾ പുറപ്പാട് 23:22 വായിച്ചേ. പുറപ്പാട് 23:22. എന്നാൽ നീ എന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട്, എന്നാൽ നീ എന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. ഹല്ലേലൂയ. Amen. അടുത്ത വാഗ്ദത്തം എബ്രഹാമിന്റെ സന്തതിയോട്, Amen. ആമേൻ. നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ച്ചോളാം, Amen. നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. 23:22. ആമേൻ. എന്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ അമോനിയർ, ഹിത്യർ, പെരീസ്യർ, കനാനിയർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്ത് കൊണ്ടുപോകും. അവരെ ഞാൻ നിർമൂലമാക്കും. ഇന്ന് പകൽ എബ്രഹാമിന്റെ സന്തതിയോട്, യേശു ക്രിസ്തുവിലൂടെ എബ്രഹാമിന്റെ സന്തതിയായി തീർന്ന എന്നോട് നിന്നോട് ദൈവം പറയാ, എനിക്കും നിനക്ക് മുൻപിലുള്ള സകല പ്രതിസന്ധികളെ, സകല പ്രതികൂലങ്ങളെ കർത്താവ് ഇത് നിർമൂലമാക്കാൻ പോവാ. കർത്താവ് അതിനെ ഇല്ലാതാക്കാൻ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. സ്വർഗം പറയാൻ നിന്റെ മുൻപിലുള്ള എല്ലാ തടസ്സങ്ങളും ദൈവം കൊണ്ട് മാറ്റാൻ പോകും. നിന്റെ മുൻപിൽ ഇനി ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ആർക്കും നിന്റെ മുന്നിൽ പ്രതികൂലമായി നിൽക്കാൻ പറ്റത്തില്ല, പ്രതിസന്ധിയായി നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ എന്റെ ദൂതനെ ഇന്ന് ഈ ആഴ്ച ദൈവത്തിന് ആത്മ പറയുന്നു, നിനക്ക് മുൻപാകെ ദൂതൻ ചലിക്കുന്ന നീ കാണും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ഈ തരുന്ന വചനങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കണം. ഈ ആഴ്ച ഈ വചനമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കണം. ഈ വചനം എടുത്തിട്ട് പറയണം, കർത്താവേ, ഇത് എബ്രഹാമിന്റെ സന്തതിയോടുള്ള വാഗ്ദത്തമാ. ദൂതനെ മുന്നിൽ അയക്കുമെന്ന്, ദൂതനെ മുന്നിൽ അയക്കുമെന്ന്, ദൂതൻ എനിക്ക് മുൻപാകെ അയക്കുമെന്ന്.
Praise God. Hallelujah. Praise God. Hallelujah. റോമർ 8:31 ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നുണ്ടോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. Amen. ജനത്തോട്ട് കൈവച്ച് പറഞ്ഞു, ദൈവം എനിക്ക് അനുകൂലമാണ്. ദൈവം എനിക്ക് കാരണം അനുകൂലമാണ്. ക്രിസ്തുയേശുവിലൂടെ ഞാൻ എബ്രഹാമിന്റെ സന്തതിയാണ്. എബ്രഹാമിന്റെ ആ ഉടമ്പടി എന്റെ മേലുണ്ട്. എബ്രഹാമിനുള്ള കരാറുകൾ എന്റെ മേലുണ്ട്. അതുകൊണ്ട് ദൈവം എനിക്ക് അനുകൂലമാണ്. Praise God. Hallelujah. Praise God. Hallelujah. Praise God. Hallelujah. റോമർ 8:37 പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. Amen. പൂർണ്ണ ജയം. എബ്രായർ 8:37 we are more than conquerors എന്നാ പറയുന്നത്. നമ്മൾ ജയാളികളാണ്. ആമേൻ പറഞ്ഞ ജയാളികളാണ്. ആമേൻ. ആമേൻ. Amen. ആമേൻ. റോമർ 12:17 തൊട്ട് വായിച്ചു. റോമർ 12:17 തൊട്ട് വേഗത്തിൽ വായിക്കാം. റോമർ ഇതെല്ലാം പെട്ടെന്ന് നോട്ട് ചെയ്തെടുക്കണം. റോമർ 12:17. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യർ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഇന്ന് രാത്രി 9 മണിക്ക് വീഡിയോ വീണ്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്യും കേട്ടോ. വീണ്ടും അത് റീടെലികാസ്റ്റ് ചെയ്യും 9 മണിക്ക് രാത്രി. ഇടാൻ പറ്റൂല അല്ലേ? അപ്പൊ നിങ്ങൾക്കത് കേട്ട് നിങ്ങൾക്ക് വീണ്ടും ഇത് കേൾക്കുന്നത് നല്ലതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണും. ഒന്നെങ്കിൽ യൂട്യൂബിൽ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ അതിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. റോമർ 12:17 വായിച്ചേ. റോമർ 12 നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. ആർക്ക് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുൻപിൽ യോഗ്യമായത് മുൻകരുതി. താഴെ 18 കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. അടുത്ത പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ, നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്. ദൈവം പറ, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ പകരം ചെയ്യും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിനക്കെതിരെ ഉയർന്ന സകല വ്യക്തികളും, അത് മനുഷ്യനായിക്കോട്ടെ, ആമേൻ, പിശാചിന്റെ തന്ത്രങ്ങളായിക്കോട്ടെ, നീ പ്രതികാരം ചെയ്യണ്ട. ദൈവം പറഞ്ഞു, എബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് ദൈവം നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ 2-3 കാര്യങ്ങൾ കൂടെ ഉണ്ട്. പക്ഷേ അത് ഞാൻ വരുന്ന നാളുകളിൽ വീണ്ടും നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. പ്രൈസ് ഗാഡ്. എന്നാൽ വേറെ ഒറ്റൊരു ഭാഗം കൂടെ വായിച്ചിട്ട് 2 കാര്യം കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ നല്ലതാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണം. ഒന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ആമേൻ പറഞ്ഞാൽ. പ്രൈസ് ഗാഡ്. അടുത്തത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകാം. ലേവിയ പുസ്തകം വേറെ ഉണ്ട് കേട്ടോ. നിങ്ങളെ ശപിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാവോ, സംഖ്യ പുസ്തകം 34 താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നിങ്ങളെ ശപിക്കാൻ പറ്റത്തില്ല. നോ വൺ ക്യാൻ കേഴ്സ് യു. കാരണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. അടുത്ത ലേവിയ 26:3. ലേവി 26:3 വേഗത്തിൽ. എന്റെ ചട്ടം ആചരിച്ച് എന്റെ കൽപ്പന പ്രമാണിച്ചു അനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും, ഭൂമിയിലെ വിളവ് തരും, ഭൂമിയിലുള്ള വൃക്ഷങ്ങളും ഫലം തരും. നിങ്ങളുടെ മെതി മുന്തിരിപ്പഴം പറിക്കുന്നവരെ വരെ നിൽക്കും. മുന്തിരിപ്പഴം പറിക്കുന്നത് വിധകാലം വരെയും നിൽക്കും. നിങ്ങൾ തൃപ്തരായി അഹോവൃത്തി കഴിച്ച് ദേശത്ത് നിർഭയം വസിക്കും. ഇതിന്റെ അർത്ഥം, ഈ വാക്യത്തിന്റെ അർത്ഥം, ERV, ഈസി ടു റീഡ് വേർഷനിനകത്ത്, മുന്തിരിപ്പഴം പറിക്കുന്നത് വരെ നിങ്ങളുടെ മെതി തുടരും. നടിയിൽ സമയമാകുന്നത് വരെ നിങ്ങളുടെ മുന്തിരിപ്പഴം പറിച്ചു നടൽ തുടരും. ഒന്ന് വായിച്ച് അതിൻ്റെ ERVയുടെ മലയാളം ഒന്ന് എടുക്കാവോ? ക്യാൻ യു ടേക്ക് ഇറ്റ്? ഈസി ടു റീഡ് വേർഷൻ ഒന്ന് എടുത്തേ. ഈസി ടു റീഡ് വേർഷൻ എടുത്താൽ അതിനകത്ത് ഇതാണ്: അപ്പോൾ നിങ്ങൾക്ക് ധാരാളം ഭക്ഷണം ലഭിക്കും, നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് സുരക്ഷിതമായി വസിക്കും. ഇത്രയേ ഉള്ളൂ. ഓഫ് സീസൺ ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞു, ഓഫ് സീസൺ ഇല്ല. ആമേൻ. എല്ലാ മാസവും സീസണാണ്. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ആമേൻ. നിങ്ങൾ ഒരു ഭാഗത്ത്, ഞാനൊന്ന് വേഗത്തിൽ കാണിക്കത്. ആമേൻ. ശ്രദ്ധിക്കുക. പ്രൈസ് ഗാഡ്. ഓഫ് സീസൺ ഇല്ല. പറഞ്ഞു, ഓഫ് സീസൺ ഇല്ല. ആമേൻ. ആമേൻ. നിങ്ങൾക്ക് ഒരു സ്ഥലം ഉണ്ടെന്ന് വെച്ചാൽ വലിയൊരു പ്ലോട്ടാണ്. 2ആയിട്ട് തിരിക്കുക. ഇവിടെ നിങ്ങൾ നട്ടു തുടങ്ങുന്നു. മനസ്സിലാകുന്നുണ്ടോ?
നിങ്ങൾ ഇവിടെ നടുമ്പോൾ തന്നെ ഇവിടെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കും. എന്ത് നടന്നുകൊണ്ടിരിക്കും? കൊയ്ത്ത് നടന്നു. കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കും. പ്രൈസ് ഗാഡ്. നിങ്ങൾ ഇവിടെ കൊയ്ത്ത് അങ്ങോട്ട് തീരുമ്പോ തന്നെ ഇവിടെ കൊയ്ത്താവും. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? പ്രൈസ് ഗാഡ്. പ്രൈസ് ഗാഡ്. ഇവിടുത്തെ കൊയ്ത്ത് തീരുമ്പോ തന്നെ ഇവിടെ കൊയ്ത്താവും. ഇതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഓഫ് സീസൺ ഇല്ല. എത്രക്ക് സന്തോഷമുണ്ട്? ഓഫ് സീസൺ ഇല്ല. എബ്രഹാമിന്റെ സന്തതിയിലുള്ള ഒരു വാക്തത്വമാ. ആമേൻ. എല്ലാ കാലത്തും നീ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. എല്ലാ കാലത്തും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ലേവിയർക്ക് എഴുതിയ 26-6 വാക്യം വായിച്ചേ. ഞാൻ ദേശത്ത് സമാധാനം തരും. ദേശത്ത് സമാധാനം തരും. നിങ്ങൾ കിടക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ ദേശത്ത് നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും. ദുഷ്ടമൃഗങ്ങളെ, വന്യമൃഗമൊക്കെ പിറങ്ങുന്ന സീസൺ അതിനൊക്കെ ഓടിച്ചു കളയുന്ന ദൈവം. വാൾ നിങ്ങളുടെ ദേശത്തു കൂടി കടക്കുകയില്ല. പ്രൈസ് ഗാഡ്. ചില ശത്രുക്കൾ നിന്നെ ആക്രമിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഒത്തിരി വാക്യങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക. പ്രൈസ് ഗാഡ്. 26:10 ഇത് ഞാൻ വേറൊരു ദിവസം ഞാൻ ഒന്നുകൂടെ എടുക്കാം. ഈ ഭാഗങ്ങളൊക്കെ എടുക്കാം. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. പ്രൈസ് ഗോഡ്. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ ലേവിയ പുസ്തകം ആ വാക്യം ഞാൻ വായിച്ച അധ്യായം താഴോട്ട് വായിക്കുക. 26 എത്ര വാക്യം തൊട്ടാണ് ഞാൻ വായിച്ചത്? 6 വാക്യം തൊട്ട് 13 വാക്യം വരെ. ലേവിയ പുസ്തകം 26 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക വീട്ടിൽ ചെന്നിട്ട്. ഇനി അടുത്ത ആവർത്തനം 15 4 വാക്യം വായിച്ചു. ആവർത്തനം 15:4. ആവർത്തനം 15:4. ദരിദ്രൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുകയില്ല താനും. ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ക്ഷാമം ഉണ്ടാകത്തില്ല. ദരിദ്രൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകിയില്ല താനും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി കൈവശമാക്കുവാൻ തരുന്ന ദേശത്ത് നിന്നെ ഏറ്റവും അനുഗ്രഹിക്കും. ഏറ്റവും അനുഗ്രഹിക്കും. ദാരിദ്ര്യം കാണത്തില്ല. വിശ്വസിക്കാൻ പറ്റുമോ? ദാരിദ്ര്യം കാണത്തില്ല. ഈ അടുത്ത 2 വാക്യങ്ങൾ. യെശയ്യാവ് 1:19. യെശയ്യാവ് 1:19. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ദേശത്തിലെ ദ ബെസ്റ്റ്, ഏറ്റവും നല്ലത്. ചെങ്ങുന്നുള്ള ഏറ്റവും നല്ല സ്ഥലം, ഏറ്റവും ഭംഗിയുള്ള സ്ഥലം, ഏറ്റവും നല്ല വാഹനം, ഏറ്റവും നല്ല പാർപ്പിടം എബ്രഹാമിന്റെ സന്തതിയോടുള്ള വാഗ്ദത്തമാണ്. ഉൾക്കൊള്ളാൻ പറ്റുന്നവരുണ്ടോ? ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടോ? ഏറ്റവും നല്ലത് അനുസരിച്ചാൽ ഏറ്റവും നല്ലത്. പറഞ്ഞ ഏറ്റവും നല്ലത്. ഒരു വലിയൊരു ദൈവദാസനുണ്ട്. അദ്ദേഹം വളരെ പ്രായം ചെന്ന വളരെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, വലിയൊരു പ്രോസ്പെരിറ്റി പ്രീച്ചർ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് എല്ലാ ദൈവമക്കളും ഇത് അനുഭവിക്കാത്ത? പറഞ്ഞ് ഉൾക്കൊള്ളുന്നവനെ ഇത് കിട്ടത്തുള്ളൂ. പ്രൈസ് ഗാഡ്. ഇതിനകത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എല്ലാവരും ബെസ്റ്റ് അനുഭവിച്ചാൽ പിന്നെ അടുത്തൊരു വാക്കി കൂടെ വായിക്കുന്ന രസമാണ്. കർത്താവ് മോനെ നീ ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാവരും ഉൾക്കൊള്ളുമെന്ന്. ഹല്ലേലൂയ. ഇതിനകത്ത് എത്ര ശതമാനം ആൾക്കാർ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്? എത്ര ശതമാനം ആൾക്കാർ? കർത്താവൊന്നും ബെസ്റ്റ് എന്ന് പറയും. ബെസ്റ്റ്, ഏറ്റവും നല്ലത്. പറഞ്ഞ ഏറ്റവും നല്ലത്. ബൈബിളിൽ പറയുന്ന വാക്യം. അടുത്ത യെശയ്യാവ് 55 1 വാക്യം, 1-2 വാക്യം, 2 വാക്യങ്ങളുണ്ട് അവിടെ. യെശയ്യാവ് 55 1-2 വാക്യങ്ങൾ വായിച്ചേ. അല്ലയോ ദാഹിക്കുന്ന എല്ലാവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ. പണമില്ലാത്തവനെ നീ പണമൊന്നും തരണ്ട, വന്ന് വെള്ളം കുടിക്കാനാ പറയുന്നത്. ഫ്രീ ആയിട്ട് നിനക്ക് തരാം. ഫ്രീ ആയിട്ട് താഴോട്ട് വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമില്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ, പുഷ്ടഭോജനവും കഴിച്ച് മോദിച്ചു കൊള്ളുവീൻ. അതായത് നിങ്ങളുടെ ക്യാഷ്, ഇതാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണേ. അതിന്റെ ഈസി ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിച്ചേ. ഈസി ഇംഗ്ലീഷ് ബൈബിൾ എടുക്കാൻ പറ്റുമോ? മീഡിയ ടീം പെട്ടെന്ന് എടുത്ത ഈസി ഇംഗ്ലീഷ് ബൈബിൾ. Come to the Lord, listen all you
who are thirsty, come here for water to drink. You may have no money. അന്ന് പ്രഭാസത്തിൽ കിടക്കുന്ന ജനമാണ്, അടിമത്തിൽ കിടക്കുന്ന ജനത്തോട് പറയാ, ആമേൻ, നിങ്ങൾ വന്ന് ഫ്രീ ആയിട്ട് കുടിക്കുക, നീ വന്ന് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കും. പിന്നെ അടുത്ത വാക്യം പറയാ, എടാ ക്വാളിറ്റി ഇല്ലാത്തതിന് എന്തിനാ നീ കാശ് കൊടുക്കുന്നേ? അതാ ദൈവം ചോദിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ആമേൻ. അതിന്റെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ്, യഥാർത്ഥ ഭക്ഷണമല്ലാത്ത ഒന്നിനും പണം ചെലവാക്കരുത്. നിങ്ങൾ നിങ്ങളുടെ പണത്തിനെ കഠിനാധ്വാനം ചെയ്യുന്നു, അതിനാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാത്തത് അങ്ങനെയല്ലേ കൊടുക്കുന്നത്? വായിച്ചേ, അതൊന്ന് വായിച്ചേ. അതിനാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത കാര്യങ്ങൾക്ക് അത് ചെലവഴിക്കരുത്. ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടല്ലേ നിങ്ങൾ ഇത് സമ്പാദിക്കുന്നൊക്കെ. അത് വെറുതെ കൊണ്ട് കളയരുത് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാളിറ്റിക്ക് കൊണ്ട് നീ കളയരുത്. ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ച് കളയരുത്. അതാണ് അതിന്റെ അർത്ഥം. ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ച് നീ കളയരുത്. കാരണം നീ എന്നെ ശ്രദ്ധിച്ച് കേട്ടാൽ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്ന എന്താണ്? അവിടെ ഒന്ന് വായിച്ചേ. നിങ്ങളെ ശക്തരാക്കുന്ന എന്തെങ്കിലും കഴിക്കൂ, ഏറ്റവും മികച്ച ഭക്ഷണം ആസ്വദിക്കൂ. ഏറ്റവും മികച്ച ഭക്ഷണം ആസ്വദിക്ക്. ഹലോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? Praise God. Praise God. Praise God. Praise God. ആമേൻ. ഏറ്റവും മികച്ച ഭക്ഷണം. നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായില്ല? ചില ചിന്തിച്ചിരിക്കുന്ന കർത്താവിനെ അനുഗമിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയുന്നേ, ദാരിദ്ര്യമായ ജീവിതമാണ് നല്ലെന്നേ. ദൈവത്തെ ഒരുവൻ അനുസരിച്ചാൽ ദൈവം അവന് വേണ്ടി ഒരുക്കുന്നത് the best ആയിരിക്കും, the best quality, ഏറ്റവും നല്ല ആഹാരം, രാജീയ ഭോജനമായിരിക്കും, ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ദൈവം ഒരുക്കുന്നത്. എത്രക്ക് സന്തോഷമുണ്ട്. ബാക്കി നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഏറ്റവും ബെസ്റ്റ്. ഉൾക്കൊണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ? ഉൾക്കൊണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ? ഞാൻ വേറൊരു വചനം ഉണ്ടായിരുന്നേ, ആ വചനത്തിനകത്ത് ഞാൻ നോക്കിക്കോട്ടെ, അതുകൊണ്ട് ഒന്ന് വായിച്ചാൽ ഭയങ്കര രസമാണ്. അതിനകത്ത് കിടക്കുന്നൊരു കാര്യമുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ പിന്നീട് എടുത്തു തരാം നിങ്ങൾക്ക്. എനിക്കൊന്ന് ഞാൻ നോട്ട് ചെയ്യാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇങ്ങനെ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയതെല്ലാം എടുത്ത് കളയാൻ പുതുത് വരാൻ പോവാന്ന്. പ്രൈസ് ഗോഡ്. വിശ്വസിക്കാൻ പറ്റുമോ അങ്ങോട്ട്? പുതുത് വരാൻ പോവാണ്. പറഞ്ഞ് പുതുത് വരാൻ പോവാ. പഴയ പിടിച്ചു കിടക്കാതെ, കാരണം പുതിയത് ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ശ്രേഷ്ഠമായത് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഉന്നതമായത് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് കേട്ട വചനങ്ങൾ പ്രകാരം നിങ്ങളുടെ ലൈഫ് സ്വർഗം അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായത് അനുഭവിക്കുവാൻ, ഉന്നതമായത് അനുഭവിക്കാൻ. 2-3 കാര്യങ്ങളാണ് ഇന്ന് രാവിലെ നമ്മൾ ചിന്തിച്ചതല്ലേ. പല വചനങ്ങളിലൂടെ നമ്മൾ കയറി ഇറങ്ങി. ഒന്ന് പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ. സ്തോത്രം. ഞാൻ നിന്നെ ജാതികളുടെ മീതെ ഉന്നതനാക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ എബ്രഹാമിന്റെ സന്തതിയാണ്. എനിക്ക് ഫെയിലർ ആകാൻ പറ്റത്തില്ല. ഐ കനോട്ട് ഫെയിൽ. എനിക്ക് തോൽവിയില്ല. എനിക്ക് തോൽക്കാൻ പറ്റത്തില്ല. ഐ ആം ദ ഡിസെൻഡന്റ് ഓഫ് എബ്രഹാം. ഞാൻ എബ്രഹാമിന്റെ സന്തതിയാണ്. എനിക്ക് തോൽക്കാൻ പറ്റത്തില്ല. എനിക്ക് തോൽക്കാൻ പറ്റത്തില്ല. എനിക്ക് പുറമോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് തോൽക്കാൻ പറ്റത്തില്ല. ഞാൻ എബ്രഹാമിന്റെ സന്തതിയാണ്. ഞാൻ ഈ വചനം കേട്ട് അനുസരിക്കുന്നത് കൊണ്ട് എന്റെ ശത്രുക്കളോട് ദൈവം പ്രതികരിക്കും. എനിക്ക് മുൻപാകെ ദൂതനെ എന്റെ ദൈവം അയക്കും. എന്റെ ദൈവം അയക്കും. ഇന്ന് പകൽ പറയണം, ഞാൻ എബ്രഹാമിന്റെ സന്തതിയാണ്. ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ മുൻപിൽ ഈ ആഴ്ച ഇന്നലെ വരെ കണ്ട സകല തടസ്സങ്ങളും നീങ്ങി പോകുന്നത് നിങ്ങൾ കാണും. കാരണം നിന്റെ മേൽ എബ്രഹാമിന്റെ കവനന്റ് കിടപ്പുണ്ട്. ഞാൻ പഠിപ്പിച്ചത് ക്ലിയർ ആയോ? അത് ഇങ്ങനത്തെ വേണ്ടായോ വചനം? തീ കത്തിക്കാം എന്നിൽ, ഇത് മാത്രം മതിയോ?
ആക്ച്വലി നമ്മുടെ ജയം കിടക്കുന്ന ഇങ്ങനത്തെ വചനത്തിലാണ്. Amen. ഇത് നിങ്ങൾ തിരിച്ചറിയണം. Hallelujah. തിരിച്ചറിയണം. ഈ തിരിച്ചറിവിലാണ് അത്ഭുതം കിടക്കുന്നത്. Hallelujah. തിരിച്ചറിവിൽ അത്ഭുതം കിടക്കുന്നത്. Amen. Hallelujah. ഇന്ന് തിരിച്ചു പോകുമ്പോൾ ഇതൊക്കെ പറയാൻ പറ്റും നിനക്ക്. Amen. നീ പറയണം, പ്രൈസ് ഗോഡ്, Hallelujah. ദൈവത്തിന്റെ ദൂതൻ എനിക്ക് മുൻപാകെയുണ്ട്. Hallelujah. ഒരിടത്തേക്ക് പോകാൻ ഇറങ്ങും, ഒരു കാര്യത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ തടസ്സങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നീ പറയണം, ഞാൻ എബ്രഹാമിന്റെ സന്തതിയാണ്, Amen. എന്റെ അപ്പന്റെ മേൽ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്, Hallelujah. ദൂതനെ അയക്കുമെന്ന്. Amen. എനിക്ക് മുമ്പാകെ ദൂതൻ പോകും. Amen. എനിക്ക് മുമ്പാകെ ദൂതൻ പോകും. Amen. ദൈവത്തിന്റെ കരാർ ദൈവം ലംഘിക്കത്തില്ല. Hallelujah. ദൈവത്തിന്റെ കരാർ ദൈവം തെറ്റിക്കത്തില്ല. Amen. ദൂതൻ എനിക്ക് മുൻപാകെ പോകും. Hallelujah. ദൂതൻ എനിക്ക് മുൻപാകെ പോകും. Jesus. എന്നെ ഞെരുക്കുന്നവരെ ദൈവം ഞെരുക്കും. Amen. എന്നെ ഉപദ്രവിക്കുന്നവരെ ദൈവം കൈകാര്യം ചെയ്തോളൂ. Hallelujah. ദൈവം പകരം ചെയ്യും. ദൈവം പകരം ചെയ്യും. ദൈവം പകരം ചെയ്യും. ദൈവം പകരം ചെയ്യും. അടുത്ത നമ്മൾ എന്താ കേട്ടത്? സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഞാൻ എബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് എന്റെ ശരീരത്തിനുമേ ഇനി രോഗം ഇരിക്കത്തില്ല. പ്രാർത്ഥിക്ക. രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിച്ചേ. ആമേൻ. അടുത്ത ലാബിലെ പരിശോധനയിൽ എന്റെ ശരീരത്തിന് സൗഖ്യം തന്ന ദൈവം നിന്റെ ശരീരത്തെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അടുത്ത ലാബ് പരിശോധനയിൽ യേശുവിന്റെ നാമം ഡോക്ടർ നിന്റെ റിപ്പോർട്ട് കാണുമ്പോ ഡോക്ടർ അത്ഭുതപ്പെടണം. ഡോക്ടർ പറയണം, ഓ ഈ ഒരു അത്ഭുതം തന്നെ. 10 വർഷമായി കാണാത്ത റിപ്പോർട്ട് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? 5 വർഷമായി കാണാത്ത റിപ്പോർട്ട്, 3 വർഷമായി, 2 വർഷമായി, 1 വർഷമായി കാണാത്ത റിപ്പോർട്ടുകൾ യേശുവിന്റെ നാമത്തിൽ. കാരണം വചനമുണ്ട്, എബ്രഹാമിന്റെ സന്തതിയുടെ നടുവിൽ നിന്ന് രോഗങ്ങളെ അകറ്റിക്കളയുമെന്ന്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് വീട്ടിലോട്ട് എന്നിട്ട് പറയണം, ഞാൻ ദൈവത്തോട് പറയുന്നത്, കർത്താവേ ഇന്ന് രാത്രി ഞാനൊരു യാത്ര പോവാ, ഞങ്ങൾ കുടുംബമായിട്ടൊരു വിദേശ യാത്ര പോവാ. ഞാൻ ദൈവത്തോട് പറയുന്നത്, കർത്താവേ എനിക്ക് അവിടെ ചെന്നാൽ സന്തോഷിക്കണം, വെറുതെ പോയിട്ട് വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എനിക്ക് അവിടുത്തെ ആഹാരം ആസ്വദിക്കണം, എനിക്ക് ആ നാട് ആസ്വദിക്കണം. ആമേൻ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഈ ഒരു രോഗത്തിന് എന്റെ ശരീരത്തിൽ വാഴാൻ പറ്റത്തില്ല. ഞാൻ എബ്രഹാമിന്റെ സന്തതിയാണ്. വിശ്വാസത്തോടെ ഞാൻ എബ്രഹാമിന്റെ സന്തതിയാണ്. കൈവച്ച് പറഞ്ഞ ഞാൻ എബ്രഹാമിന്റെ സന്തതിയാണ്. ഒരു രോഗത്തിന് എന്റെ വീടിനകത്ത്, എന്റെ ഭവനത്തിനകത്ത്, എന്റെ ശരീരത്തിനകത്ത് നിലനിൽക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം. ഈ പ്രാർത്ഥിച്ച നിങ്ങളോട് ഞാൻ പറയട്ടെ, അടുത്ത ടെസ്റ്റ് റിപ്പോർട്ട് എല്ലാം നോർമലായിരിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? എല്ലാം നോർമലായിരിക്കും. അവസാനമായി നമ്മൾ എന്താ വായിച്ചത്? The best. പറഞ്ഞ ഏറ്റവും നല്ലത്. ഒന്ന് കണ്ണടച്ചേ. ഏതെങ്കിലും വിഷയത്തിന് പ്രാർത്ഥിക്കുന്നുണ്ടോ? പറഞ്ഞ കർത്താവ് ഏറ്റവും നല്ലത്. വസ്തുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? പറഞ്ഞ കർത്താവേ, എബ്രഹാമിനോടുള്ള അങ്ങയുടെ കരാറുണ്ട്, എന്റെ അപ്പനോട് പറഞ്ഞ അങ്ങയുടെ കരാറുണ്ട്. ഏറ്റവും നല്ലത് എനിക്ക് തരുമെന്നാണ്. ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഞാനത് സ്വീകരിക്കുന്നു. യേശുവിന്റെ നാമം. ഹല്ലേലൂയ. എത്രക്ക് സന്തോഷമാണ്. കരങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞാൽ